വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരും ജോയിൻ ആയിക്കൊള്ളണമെന്നില്ല. കാരണം സാൻഡ്വിച്ച് ബോർഡിന്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ജോയിൻ ആവില്ല. അവർക്ക് ഓൾറെഡി അത് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും അല്ലേ? ഇതിൽ സാൻഡ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യാത്ത ആളുകളൊന്ന് ഹായ് അടിച്ചേ, അല്ലെ യെസ് പറഞ്ഞേ. സാൻഡ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യാത്തവർ യെസ് എന്ന് പറയാം. ഇതുവരെ സാൻഡ്വിച്ച് ബോർഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്ര പേരുണ്ടെന്ന് അറിയാൻ? 3 പേര്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. ചെയ്യുന്നവർ ക്ലാസ് എടുക്കേണ്ടി വരും കേട്ടോ. 1 2 3 4. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള വകുപ്പുണ്ടോ നോക്കിയതാ കേട്ടോ. ആളുകളുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ സാൻഡ്വിച്ച് വർക്ക് ചെയ്യാത്തത്? ടെക്സ്റ്റ് അയക്കണ്ട, വോയിസ് ആയിട്ട് പറയാം. അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. എന്തുകൊണ്ട് നിങ്ങൾ സാൻഡ്വിച്ച് ബോർഡ് ചെയ്യുന്നില്ല? അതായത് ഒരു 2018 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഫോണുകൾ നിങ്ങൾ റിപ്പയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായിരിക്കും കാരണം? പറയും. യെസ് പറഞ്ഞ ആളുകളാണ് പറയേണ്ടത്. പറയൂ. സാർ ഇതുവരെ അങ്ങനെ Yes. വർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും CP വർക്ക് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ടീച്ചർമാരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കസ്റ്റമർ ഡാറ്റ ഇമ്പോർട്ടന്റ് ആണ്, അത് നടക്കൂല, അങ്ങനെ തളർത്തുന്ന ഒരു ഇതുണ്ട്. രണ്ടും കൂടി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ എടുക്കാനുള്ള ദിവസം കേട്ടോ. എല്ലാവരെയും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാനുള്ള ദിവസമാണ്. പിന്നെ ബാക്കിയുള്ള ആളുകൾ ഷിജിത്ത് എന്തുകൊണ്ടാ ചെയ്യാത്തത്? അതും ഇന്ത്യ സിറ്റുവേഷൻ സെയിം തന്നെയാണ്. പിന്നെ ടൂൾസും ഇല്ല. എന്താണ്? വരുന്ന വർക്ക് കുറവാണ് ഇവിടെ. സാൻഡ്വിച്ച് വർക്കുകൾ എപ്പോഴെങ്കിലും ഒക്കെ വരുള്ളൂ. അപ്പൊ പിന്നെ അതിനുള്ള ടൂൾസ് വാങ്ങിയിട്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ അതേഴ്സ് അങ്ങനെയൊക്കെ പല ആളുകളുടെ റീസൺ ഡിഫറെന്റ് ആയിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കസ്റ്റമർ കുറവാണ്, പിന്നെ അതേമാതിരി ടൂളും പ്രോപ്പർ ടൂൾസ് ഇല്ല. കസ്റ്റമർ കുറവാണ്. ഐഫോണ് കുറവാണ് വരുന്നത്, പിന്നെ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. അതാണ് നോർമൽ വർക്ക് ചെയ്യുന്നില്ലാതെ ബോർഡ് വർക്ക് ആണെങ്കിൽ അങ്ങനെ അധികം അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബോർഡിൽ വർക്ക് ചെയ്യാൻ പേടിയുണ്ടോ? പേടിയുള്ളത് കാരണം ചെയ്യാത്ത ആളുകളുണ്ടോ? അത് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പേടിയുള്ള ആളുകൾ. സാറേ പേടിയുണ്ട്. പേടിയുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഒന്നും ഇല്ല ഒന്നാമത്, അതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പറഞ്ഞതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഇല്ല. ഓക്കെ, അതായത് സാൻഡ്വിച്ച് ബോർഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ സെപ്പറേറ്റർ വേണം, അതേപോലെ ലെയർ റീബോൾ ചെയ്യാനുള്ള സ്റ്റെൻസിൽ വേണം അല്ലേ. ഇത് ബേസിക് ആയിട്ട് ഇത് വേണം. ഇനി പിന്നുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ ഷോപ്പിൽ വേറെ ആളുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അയാളെ കീയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഷോപ്പിൽ ചെയ്യാൻ ആളുണ്ട്, പക്ഷെ നിങ്ങളെ വർക്ക് അതല്ല. ഇങ്ങനത്തെ ആളെ സംബന്ധിച്ച് അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആ വർക്കിലേക്ക് കയറി വരാൻ പറ്റും. ശരിയല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും ഇയാൾക്ക് സാൻഡ്വിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊരു ദിവസം ലീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് കിട്ടും. ആണോ? ആണോ അല്ലേ?
അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ, അൺമ്യൂട്ട് ചെയ്യണം. നിങ്ങൾ ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഒക്കെ മെയിൻ വിഷയം തന്നെ, ഇതിൻ്റെ ഒക്കെ മുമ്പുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എവിടെ എത്തണം എന്നോ, അല്ല നിങ്ങൾ ഏത് രീതിയിലുള്ള വർക്ക് ചെയ്യണം എന്നോ, നിങ്ങൾ എത്ര ഇൻകം ഉണ്ടാക്കണം എന്നോ നിങ്ങൾക്ക് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം ഐഫോൺ എക്സ് പോലും ചെയ്യാത്ത ആളുകളുണ്ട്. ഐഫോൺ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? 7 വർഷത്തോളമായി അല്ലേ? 7 വർഷം 8 വർഷമായി. അപ്പം 8 വർഷം മുമ്പുള്ള ഫോണുകൾ നിങ്ങളിപ്പോൾ റിപ്പയർ ചെയ്യുന്നത്, അതിന് ശേഷമുള്ള ഫോണുകൾ റിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവസ്ഥ അറിയിച്ചു നോക്കി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് നിങ്ങൾ പരിചയമുള്ള ഒരാൾ വന്നു, അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബക്കാരോ നിങ്ങളെ വന്ന് കണ്ട്, ശുചിത്തെ നമ്മൾ 12 Pro ഉണ്ടായിരുന്നു, ഡെഡ് ആയിട്ടുണ്ട്, നീ ഒന്ന് നോക്കൂലേന്ന് ചോദിച്ചു. അപ്പം തന്നെ ശുചിത്തിന് മനസ്സിലോടുന്നുണ്ട്, പഠിച്ചോ പ്രശ്നമല്ലോ, നമ്മൾ തൊടാത്ത സാധനമാണല്ലോ, എങ്ങനെയെങ്കിലും ചിരിച്ചൊപ്പിക്കാൻ വിചാരിക്കും അല്ലേ ശുചിത്തെ? കറക്റ്റല്ലേ? കറക്റ്റാണ്. പിന്നെ നമ്മൾ ആലോചിക്കും ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് അറിയുന്ന പണി അറിയാവുന്ന ഏതെങ്കിലും പണിക്കാരനെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എന്നുള്ള തിങ്കിങ് ആണ് ഉണ്ടാവുക. നിങ്ങളൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. നിങ്ങൾ മൊബൈൽ ടെക്നീഷ്യനാണ്, നിങ്ങളെ പ്രൊഫഷനാണത്. അല്ലേ? ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇന്ന അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ വേറൊരാളെ സജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലേ? അയാൾക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം നമ്മൾ ആ ഡോക്ടറെ കുറിച്ച് നമ്മൾ എന്താ വിലയിരുത്തുക? ആക്ച്വലി നമ്മൾ നമ്മളെ ഫീൽഡിനെ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്തില്ല. നമ്മളെ പ്രൊഫഷനായിട്ട് നമ്മൾ മൊബൈൽ റിപ്പയറിങ്ങിനെ ചൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോയിട്ടില്ല. ഐഫോൺ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ബേസിക് ആയിട്ട് ഒരു സാൻഡ്വിച്ച് ബോർഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൻഡ്രോയിഡിലും സാൻഡ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. സോ സാൻഡ്വിച്ച് ബോർഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇതേപോലുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ മുന്നിൽ കൂടെ വരുന്നുണ്ടാവും. ഇപ്പം ഒരാൾ നിങ്ങൾക്ക് ഒരു ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും, വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടാവും ഇയാൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ സാൻഡ്വിച്ച് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അയാളോട് ഞാൻ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ പറയും, പക്ഷേ വർക്ക് വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് സിറ്റുവേഷൻ അല്ലേ? ഇനി സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? പറഞ്ഞേ, ആരുമില്ലേ? അല്ല, ബെനിഫിറ്റ് ഒന്നും ഇല്ലേ? ഗായ്സ്, നിങ്ങൾ പോയോ? സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ ബെനിഫിറ്റ്? മറ്റു വർക്ക് ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമുക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക്ലാസ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് വന്നാൽ നമുക്ക് റെഡി ആക്കിട്ട് എടുക്കാൻ പറ്റും. മാറ്റുമ്പം കംപ്ലൈന്റ് വരുമോ? അങ്ങനല്ല, ബാക്ക് ക്ലാസ് മാറ്റുമ്പോൾ ബാക്ക് ക്ലാസ് ഓക്കെ. ബാക്ക് ക്ലാസ് മാറ്റുമ്പോൾ ലെയറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാം അല്ലേ? അതൊക്കെയാണ്. പിന്നെ പിന്നെന്തുണ്ടോ? നിങ്ങളെ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാത്തതാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർ ബെനിഫിറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാത്തതാണ് പ്രശ്നം അല്ലേ? ബെനിഫിറ്റ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല? യെസ്, ഹൈ ഇൻകം. നിങ്ങളിപ്പോൾ ഒരു 12 Pro നിങ്ങളൊരു വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അയാൾ എത്ര വാങ്ങും? നിങ്ങളോട് എത്ര വാങ്ങും? അറ്റ്ലീസ്റ്റ് 3000 രൂപ വാങ്ങൂലേ? അല്ലേ? പിന്നെ നിങ്ങൾ കസ്റ്റമറോട് 5000 ആക്ച്വലി കേസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 5000 രൂപ ഇൻകം ആയോ?
ജസ്റ്റ് റീബോൾ ചെയ്യാൻ പഠിച്ചാൽ മതി. ആക്ച്വലി ഈ പരിപാടി അത്ര വലിയ ടാസ്ക് ആണോ? സാൻഡ്വിച്ച് റീബോളിങ് അത്ര വലിയ ടാസ്ക് ആണോ? കമന്റ് ചെയ്താൽ മതി. അല്ല. സാറേ റീബോളിംഗ് അത്ര പ്രശ്നമല്ല, റീഫിക്സിങ് ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾ ചെക്കിങ്ങിന്റെ സാധനം ഇല്ലാത്തതുകൊണ്ട്. എന്തില്ലാത്തോണ്ട്? മിഡിൽ ലെയർ സെറ്റ് ചെയ്യാനുള്ള മറ്റേ ടൂളില്ലേ, ഐസോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്താലും ശരി 2 വർഷം ചെയ്താലും റെഡി ആവുന്നു. അല്ലാന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ. വലിയ ടാസ്ക് അല്ലാന്ന് എല്ലാരും പറയുന്നുണ്ട്, ഇവരിട്ട് ചെയ്യുന്നുമില്ല. കോമഡി ആണല്ലോ. ഇത് ടാസ്ക് ആണോ അല്ലേ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണ്ടേ? നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണ്ടേ? ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ടാസ്ക് ആണോ അല്ലേ, ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾ സീനിയർ ടെക്നീഷ്യനുള്ള ഷോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെഷീനറീസ് റെഡിയാണ്, ടൂൾസ് റെഡിയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 1500 ഒരു ക്ലൗഡ് ബോർഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൂടെ? അത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാണ്ട് നമ്മളിത് ടാസ്ക് ആണെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാലം വരെ ടാസ്ക് തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഫോൺ സർവീസ് വരുന്നത് കുറവാണ്, ടൂൾസ് ഒന്നുമില്ല, വാട്ട് എവർ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് വർക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നല്ല ചോദിക്കുന്നത്, നിങ്ങളിത് ചെയ്ത് ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസിൽ നിൽക്കുക എന്നുള്ളതാണ്. വർക്ക് വരുന്നത് വേറെ ടോപ്പിക്കാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ സാൻഡ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. എന്നാൽ കല്യാണപ്പുറത്ത് ടെൻഷൻ അടിക്കേണ്ടിയോ? അമ്മ ചെയ്താളാന്ന് പറഞ്ഞാൽ പോരെ. ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ടൊക്കെ ആയിരിക്കും, ബാറ്ററിൻ്റെ ലൈനിൽ എന്തെങ്കിലും കപ്പാസിറ്റർ ഷോർട്ടായിരിക്കും. പക്ഷെ ഷോർട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ലെയർ ചിലപ്പോൾ പൊക്കേണ്ടി വരും. ലെയറിൻ്റെ അടിയിലായിരിക്കും ഷോർട്ട്. അത് ഷോർട്ട് ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് ആ ലെയർ റീബോൾ ചെയ്ത് വെക്കാനുള്ള നോളജ് വേണം, അതിനുള്ള സ്കില്ല് വേണം. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ. ടാസ്ക് ആണോ അല്ലേ നിങ്ങൾക്ക് അപ്പോഴേ അറിയുള്ളൂ. മിക്ക കേസുകളും ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് ഇതന്നെയാണ് വിഷയം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നില്ല. പ്രാക്ടീസ് ചെയ്യാൻ ചിലപ്പോൾ 1000 രൂപ മുടക്കേണ്ടി വരും, അത് മുടക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ ചില ആളുകൾ ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ, ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാൻ തന്നെ പാടില്ല ശരിക്കും. ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ടൂൾസ് വേണം, അതാണ് അതിൻ്റെ സത്യം. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ടൂൾസും കൂടെ നിങ്ങൾക്ക് വേണം, എന്നാലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൂൾസ് വാങ്ങൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ടൂൾസ് റെഡി ആക്കുക എന്നുള്ളത്, അല്ലേ? ടൂൾസ് ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തം വാങ്ങിക്കേണ്ടി വരും, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓണർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വാങ്ങിച്ചു വെക്കണം ആ ഷോപ്പിൽ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തം ബിസിനസ് തുടങ്ങണം, അല്ല ഒരാളെ കൂടെ പാർട്ട്ണറായിട്ട് കൂടണം, അല്ലേ? അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാൻഡ്വിച്ച് ബോർഡിലേക്ക് നിങ്ങൾ കാല് വെക്കാത്തത് നിങ്ങളെ തന്നെ പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഒരു തവണ ഒരു ക്ലൗഡ് ബോർഡ് വാങ്ങിയിട്ട് അതൊന്ന് ഓൺ ചെയ്ത് നോക്കുക ആദ്യം, ബോർഡ് വർക്കിംഗ് ആണോ അല്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിൽ സാൻഡ്വിച്ച് ബോർഡിൽ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് പാക്ക് ചെയ്തതിന് ശേഷം, ലെയർ പാക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ആവുന്നുണ്ടോ നോക്കുക. ഓൺ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? കോൺഫിഡൻസ് വന്നോ? കോൺഫിഡൻസ് വരൂലേ? അപ്പൊ നിങ്ങൾക്ക് ഓണറോട് പറഞ്ഞൂടെ, ലെയർ ചെയ്യുന്ന മെഷീൻ വാങ്ങിക്കണം, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റൂലേ? അപ്പോഴാണ് നിങ്ങളെ ഓണർക്ക് പോലും കോൺഫിഡൻസ് വരിക. ഇതിന് ചെയ്യാൻ പറ്റും, സാലിം പറയാണ് വാങ്ങിക്കോളി എന്ന് പറയാണ്. അപ്പോൾ ഓണർ ഓക്കെ, ഇവന് ചെയ്ത് ഇവൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്, അപ്പം നമുക്ക് ഇനി മുതൽ സാൻഡ്വിച്ച് ബോർഡും കൂടി ചെയ്യാം. iPhone 8 വരെയുള്ള സെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിലോട്ടുള്ള സെറ്റ് ചെയ്യണമെങ്കിൽ ഇയാൾ സാൻഡ്വിച്ച് ബോർഡ് ചെയ്യുന്നത് പഠിക്കണം. ഇനി ഒരു പ്രത്യേകത എന്താ അറിയോ,
നിങ്ങൾ വെറും ഐഫോൺ എക്സ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ എന്താ ബെനിഫിറ്റ്? നിങ്ങൾ ഒരൊറ്റ സാൻഡ്വിച്ച് ബോർഡ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എൻ്റെ സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഏറ്റവും റിസ്ക് ഉള്ള ബോർഡ് ഏതാ അറിയോ സാൻഡ്വിച്ചിൽ? ഏറ്റവും റിസ്ക് ഉള്ള സെറ്റ് ഏതാ? പഴയതായതുകൊണ്ട് എക്സ് ആയിരിക്കും. എക്സ് പഴയതായതുകൊണ്ട് എക്സ് ആയിരിക്കും റിസ്ക് കൂടുതൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് റിസ്ക് തോന്നിയത് എക്സ് തന്നെയാണ്. ഐഫോൺ എക്സ് ആണ് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയത്. അത് പ്രോപ്പറായിട്ട് പാക്ക് ആവില്ലായിരുന്നു. ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പൊന്തി നിൽക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത്ര പ്രശ്നം വന്നിട്ടില്ല. പിന്നെ കുറച്ചൊരു കോംപ്ലിക്കേഷൻ വന്നത് 11 പ്രോന്റെ കേസിലാണ്. ആ സിം ട്രെൻ്റെ ഭാഗം പ്രോപ്പറായിട്ട് ഇരിക്കാത്തൊരു പ്രശ്നം വന്നിരുന്നു. പിന്നെ ഇവിടേക്കുള്ള ബോർഡുകളൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. പക്ഷെ ഐഫോൺ എക്സ് ചെയ്ത് തുടങ്ങാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ എക്സസ് ചെയ്യോ, 11 ചെയ്യോ, 12 ചെയ്യോ, ഒന്നും ചെയ്യില്ല. അയാൾക്ക് അറിയില്ല എന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ചു വെക്കും. ഞാൻ ഫസ്റ്റിൽ ഐഫോൺ എക്സ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ഞാൻ വരുത്തിച്ചതാണ്, ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിലൊന്നും ടൂൾ ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. ഐഫോൺ എക്സ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ലെയറാണ്. ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് തല മിന്നുന്നുണ്ട്. കാരണം ഇത്രയും പിന്നുകൾ അടുത്തടുത്ത് വരിക, എന്നിട്ട് ഇതിനെ 2 ബോർഡാക്കിയിട്ട് അച്ചപ്പം പോലെ അല്ലേ, മറ്റേ ഇതുണ്ടാവില്ലേ അപ്പം ചുടുന്ന അതുപോലെയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അച്ചിൽ വെച്ചിട്ട് ഇതെങ്ങനെ റെഡി ആക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് സാധനമായി. മിജിങ്ങിൻ്റെ CH5 എന്ന് പറഞ്ഞ പ്രീ ഹീറ്റർ വാങ്ങി, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റെൻസിലും വാങ്ങി, റീബോളിംഗ് സ്റ്റെൻസിലും വാങ്ങി. അത് വാങ്ങി കസ്റ്റമറോട് സമയം പറഞ്ഞ് കസ്റ്റമറെ ഹോൾഡ് ചെയ്ത് അത് വന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് ഫസ്റ്റ് ചെയ്ത് റെഡി ആയില്ല, രണ്ടാമത് ചെയ്ത് റെഡി ആയില്ല, മൂന്നാമത് ചെയ്യുമ്പം ഷോർട്ട് ആവുക, അല്ല ലോഗ് ഓൺലി ആവുക, ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ. ആക്ച്വലി എന്താണ്, നമ്മൾ ഒരു തവണ ചെയ്ത സാധനം ആ ഒരു പ്രൊസീജിയർ ഓക്കെ അല്ല എന്ന് നമ്മൾ ഒറ്റയടിക്ക് മനസ്സിലാക്കുകയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു രീതിയിലല്ല അത് ചെയ്യേണ്ടതെന്നുള്ളത്. 6 തവണ 7 തവണ ആ ബോർഡ് തന്നെ ചെയ്തു. ഭാഗ്യത്തിന് ബോർഡ് ഡെഡ് ആയില്ലായിരുന്നു, സെറ്റ് റെഡി ആയി. ഞാൻ വൈകുന്നേരം ഇരുന്നിട്ട് രാത്രി 12 മണിട്ടാണ് അത് റെഡി ആവുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടെ. അത് റെഡിയായി, ഒരു തവണ അത് റെഡിയായി, അതിന് ശേഷം നമ്മളെ കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും? നമ്മളാണ് കിങ് അല്ലേ? അല്ലേ? വേറെ ആരും ഈ കാര്യം ചെയ്യുന്നില്ല, ആരും ചെയ്ത് തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ ടൂൾസ് വരുത്തിച്ച് നമ്മൾ തന്നെ മെനക്കെട്ട് നമ്മൾ അതിലൊരു സൊല്യൂഷനിലേക്ക് എത്തി. ആ ഫോണിന് ഞാൻ 10,000 രൂപ വാങ്ങിച്ചത്, ഐഫോൺ എക്സിന്. അത് നമ്മളെ അറിയുന്ന ഒരാളെ ഡിവൈസ് ആയിരുന്നു. ആ സമയത്ത് ഇഷ്ടം പോലെ ഡീലേഴ്സ് വർക്ക് വന്നിട്ട് അതിനൊക്കെ ഇതേപോലുള്ള ചാർജ് നമ്മൾ വാങ്ങിച്ചു. എക്സ് എക്സസ് ഈ സെറ്റുകൾക്ക് 10,000 10,000-ന്റെ മുകളിലുമാണ് സർവീസ് ചാർജ് വാങ്ങിച്ചത് ആ സമയത്ത്. കാരണം കോമ്പറ്റീഷൻ കുറവാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷനും സർവീസ് ചാർജിൻ്റെ കേസല്ല പറയുന്നത്. നമുക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിലുള്ള അതിലേക്ക് കടന്നു വരാനുള്ള രീതികളാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പല കാര്യങ്ങളുണ്ടോ, നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും, പുതിയ പുതിയ വർക്കുകൾ CPU ചെയ്യുന്നതുണ്ടാവും അല്ലേ, ആൻഡ്രോയിഡിൻ്റെ സാൻഡ്വിച്ച് ബോർഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ തൊള്ളർന്ന് നിൽക്കുക. ഇതൊക്കെ വേറെ ഏതോ വമ്പൻ ടീമുകൾ ചെയ്യുന്ന പരിപാടി, നമ്മൾ പാവം നോർമൽ ടെക്നീഷ്യൻസ് അല്ലേ, ഇതാണോ ചെയ്യേണ്ടി? ഇന്നത്തെ അവസ്ഥ എന്താ പറയുക നിങ്ങൾക്ക്? പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊരു 10 കൊല്ലം വെറുതെ നിന്നാലും അങ്ങാടി പോയി നോക്കിയാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലേ. ഇന്ന് നിങ്ങളൊരു മാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങാടി തന്നെ മാറിയിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ല, പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റൂല. അടുത്ത ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാനില്ല. സാൻഡ്വിച്ച് ബോർഡ് ചിലപ്പോൾ നിന്നു. പിന്നെ ചിലപ്പോൾ അതിൻ്റെ മുകളിലുള്ള ടെക്നോളജി AI ടെക്നോളജി ഒക്കെ വരികയാണ് മൊബൈൽ ഫോണിലേക്ക്. AI ഫോണുകൾ ഇറങ്ങാൻ പോവാണ് അല്ലേ. അതേപോലെ നമ്മളെ
ജീവിത ചെലവ് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു 2000-3000 ഒക്കെ ശമ്പളമുള്ള ആൾക്ക് 5 കൊല്ലം 10 കൊല്ലം ആയാലും അത് തന്നെ ഉണ്ടാവുള്ളൂ. അയാൾക്ക് വലിയ പ്രശ്നവുമില്ല. പഞ്ചസാരക്ക് 10 റുപ്യ ഉണ്ടാവുള്ളൂ കിലോന്. 10 കൊല്ലത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് അപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ കാറ് വാങ്ങാൻ പോയി നോക്കി. പണ്ട് അൾട്ടോ കാറിന് എത്ര റുപ്യ? അൾട്ടോ കാറില്ലേ, ആർക്കും അറിയുന്ന ആളുണ്ടോ? പണ്ട് അൾട്ടോ കാറിന് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ അത് 6 7 ആണ്. 6 7 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഒരേ സാലറിയിൽ നിൽക്കുന്ന, അല്ലെ ഒരു ബേസിക് സാലറിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പെട്രോൾ തന്നെ അടിക്കാൻ പറ്റില്ല അല്ലേ? കാറിലല്ല, നിങ്ങൾ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ തന്നെ കഴിയുന്നുണ്ടാവില്ല. പല ആൾക്കാരുടെ സിറ്റുവേഷൻ അതാണ്. നമുക്കിപ്പോൾ തോന്നുകയാണ് ഉച്ചക്ക് പോയിട്ട് ഒരു മന്തി കഴിക്കുകയാണ്, കൈ പൈസ അല്ല, എങ്ങനെ കഴിക്കാം? ഇതിനൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫഷനിൽ എവിടെ എത്തണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 100K കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളെ മൈൻഡ് ഒന്ന് ചെറുതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏത് ലെവൽ വർക്കാണെങ്കിലും അതിന്ന് അടുത്ത ലെവൽ വർക്കിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. നിങ്ങളുടെ ഷോപ്പിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. രാവിലെ മുതൽ കോംബോ വരാൻ തുടങ്ങും, ബാറ്ററി വരാൻ തുടങ്ങും, ചാർജിങ് കണക്ടർ മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കോംബോ വെക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഇങ്ങനെ ബുക്കുക, മാറ്റുക, ഗമ്മിടുക, ക്ലീൻ ചെയ്യുക, ഫ്രെയിം മാറ്റുക, അങ്ങനെയുള്ള പരിപാടി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ പരിപാടിക്ക് സ്കില്ല് വളരെ കുറവാണ്. ഡിസ്പ്ലേ മാറ്റാനും ബാറ്ററി മാറ്റാനും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ടെക്നീഷ്യന്മാരും ആദ്യം ചെയ്യുന്നത് അതാണ്, അല്ലേ? അപ്പം അതാണ് നിങ്ങളെ ജോലി നിങ്ങൾ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പ്രയാസമായിരിക്കും. നിങ്ങളെ കോമ്പറ്റീഷന് ആൾക്കാർ വരും. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അടുത്ത സ്റ്റുഡൻസ് 15 പേര് അടുത്ത മാസം ഇറങ്ങും. അപ്പം നിങ്ങളെ സീറ്റിലേക്ക് ചിലപ്പോൾ അവർ വന്ന് കയറും. അപ്പം നിങ്ങൾ അവിടുന്ന് തട്ടും. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മാസവും നിങ്ങളെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുമ്പം അയാൾ പഴയ സാലറി തന്നെ നിങ്ങൾ നിർത്തുമോ? അങ്ങനെ ഉണ്ടോ? നിങ്ങളെ സാലറി കൂട്ടി തരൂലേ? നിങ്ങൾ സ്കില്ല് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കൂട്ടി തരൂല ആള്. മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് എന്തായാലും ചെയ്തു തരും. കാരണം നിങ്ങളെ വിളിക്കാൻ പുറത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരാൻ പുറത്ത് ആൾക്കാരുണ്ടാവും, അല്ലേ? ടെക്നീഷ്യന്മാർക്ക് വേക്കൻസിക്ക് കുറവൊന്നുമില്ലല്ലോ. നമ്മളടുത്ത് ഇപ്പോൾ 10 വേക്കൻസിയോളം അവൈലബിൾ ആണ്, പുറത്തേക്കും അല്ലാതെയൊക്കെ ആയിട്ട്. ടെക്നീഷ്യന്മാരെ കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾക്ക് സ്കില്ല് വന്നിട്ടുണ്ടെങ്കിൽ, സ്കിൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണർ നിർബന്ധമായിട്ടും സാലറി കൂട്ടി തരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ലെവലിലുള്ള പെർസെൻറ്റേജോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത് തരേണ്ടി വരും. അല്ല, നിങ്ങൾ പോകുന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവരാണത് കണ്ടു ചെയ്യേണ്ടത്, അല്ലേ? അപ്പം നിങ്ങൾ നിൽക്കുന്ന സാലറിയിൽ നിന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യണം. അതിലേക്കുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ സാൻഡ്വിച്ച് ബോർഡ് വർക്ക് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അതിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ. നമ്മൾ ഐഫോണിൻ്റെ കേസാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഐഫോണിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ അന്ന് ചെയ്ത് 6 തവണ 7 തവണ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ആ 7 തവണ ചെയ്തിട്ട് റെഡി ആയതെന്ന് പറഞ്ഞില്ലേ? ആ വർക്ക് രണ്ടാമത് വന്നപ്പോൾ, മീൻസ് അടുത്ത ഐഫോൺ എക്സസോ വന്ന സമയത്ത് ഞാൻ മാക്സിമം 2 തവണ 3 തവണ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ റെഡി ആയി. കാരണം എന്താ? ഇപ്പുറത്ത് എക്സ്പീരിയൻസ് ആയി. ഇത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്, ഏത് രീതിയിൽ ചെയ്താലാണ് റിസൾട്ട് എന്നുള്ളത് പക്ക എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിൻ്റെ രീതി മാറി, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറി. നമ്മൾ എന്ത് ചെയ്യും? എത്രയും ബെറ്റർ ആയിട്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനുള്ള രീതിയിലേക്ക് മാറി. പിന്നെ അതിന് ശേഷം എന്തായി? അടുത്ത തവണ സെറ്റ് വരുമ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ സെറ്റ് റെഡി ആകാൻ തുടങ്ങി. അഥവാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ റെഡി ആയിട്ടില്ലെങ്കിൽ
അതിൻ്റെ അടുത്ത സെക്കൻഡ് ടൈമിൽ റെഡി ആവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കൂടുതൽ സക്സസ് വരാൻ തുടങ്ങി. എന്താ കാരണം? എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ എന്താക്കുന്നത്? കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത്, നിങ്ങളെ വർക്കിൻ്റെ സ്പീഡ് കൂട്ടുന്നത്, സക്സസ് റേഷ്യോ കൂട്ടുന്നതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇതൊന്നും ചെയ്യാതെ ഇതെനിക്ക് ടാസ്ക്കാണ്, എൻ്റെ അടുത്ത് ടൂളില്ല, ഇവിടെ ചെയ്യാൻ വേറെ ആളുണ്ട്, അല്ല വർക്ക് വരുന്നില്ല, ഇതൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് എക്സ്ക്യൂസാണ് ശരിക്കും. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഒരാൾ പറയുന്നത് ടൂളില്ല. ടൂളില്ലാത്ത ആൾക്കാരാ ഒന്ന് പറഞ്ഞു. ഹലോ. പ്രീ ഹീറ്റർ ഇല്ലാത്ത ആളുകൾ, അല്ല ലെയറിൻ്റെ സ്റ്റെൻസിൽ ഇല്ലാത്ത ആളുകൾ. മുന്നേ വരുന്നില്ല. വേറെയുള്ള ടൂളൊക്കെ ഉണ്ടോ അവിടെ? അയണ്, ബ്ലോവർ, ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? കമ്പ്യൂട്ടർ ഉണ്ടോ? അതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പ്രീ ഹീറ്റർ മാത്രം ഇല്ലാതാവാൻ ഒരു കാരണം ഉണ്ടാവും. അതെന്താ? ചാറ്റിൽ നോക്കിയാൽ പറ്റും എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയാ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. പ്രീ ഹീറ്റർ മാത്രം അവിടെ ഇങ്ങനെ ഇല്ലാതെ. എക്സ്പെൻസ്. എത്ര പ്രീ ഹീറ്ററിന്റെ എക്സ്പെൻസ് എന്നറിയോ? എത്ര പ്രീ ഹീറ്റിന്റെ എക്സ്പെൻസ്? 382 50. 500. ഇവരൊക്കെ ഏത് നാട്ടുകാരാ പഠിച്ചോണേ? $500 ആണോ? യൂസിങ് കുറവ്. യൂസിങ് കുറവ് എന്ന് നിങ്ങൾ വാങ്ങിയാലല്ലേ യൂസിങ് കുറവാണെന്ന് അറിയുള്ളൂ. നത്തിങ് ഫോൺ. ഞാൻ നിങ്ങളൊക്കെ പേര് മാറ്റാൻ പറയുന്നത്. പേര് മാറ്റാനുള്ള ഐഡിയ കിട്ടിയില്ല. നിങ്ങൾ ഒറിജിനൽ പേര് പറഞ്ഞതിൽ 15000 രൂപ പ്രീ ഹീറ്ററിന്. നിങ്ങൾ എന്തിനാ ഒരുപാട് പൈസന്റെ പ്രീ ഹീറ്റർ വാങ്ങുന്നത്? ഇസ്തിരിപ്പെട്ടില്ലേ? ഇസ്തിരിപ്പെട്ടിക്ക് എന്താ വില? നമ്മളെ സാധാ ഇസ്തിരിപ്പെട്ടില്ലേ? ഇസ്തിരിപ്പെട്ടി 1000 രൂപ കിട്ടും അല്ലേ? ഇനി 10000 രൂപേന്റെ ഇസ്തിരിപ്പെട്ടി ഉണ്ട്. എന്തായിരിക്കും വ്യത്യാസമായില്ല 1000ന്റെ 10000 തമ്മിൽ? വെറുതെ ചോദിക്കാൻ നിങ്ങൾ പറയേ. ക്വാളിറ്റി. എന്ത് ക്വാളിറ്റിയാണ്? ടെമ്പറേച്ചർ കറക്റ്റ് ഉണ്ടാവും. ടെമ്പറേച്ചർ കറക്റ്റ് ഉണ്ടാവും. ടെമ്പറേച്ചർ മാറ്റണം. അതിന്റെ വാട്ട് ചിലപ്പോൾ കൂടുതലുണ്ടാവും. വാട്ട് കൂടുതലുണ്ടാവും. പിന്നെ ചിലത് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചിലതിൻ്റെ പിടിക്കുന്ന സെക്ഷനും അതിൻ്റെ ഫൈബറൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. പ്ലാസ്റ്റിക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് കമ്പനി, നല്ല പേര് കേട്ട കമ്പനി. ആക്ച്വലി അയൺ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അയൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇരുമ്പിനെ ചൂടാക്കുന്ന ആ ഒരു കോയിൽ ടെക്നോളജി, അത് ഒരുവിധ കമ്പനീൻ്റെ ഒക്കെ സെയിമാണ്. മനസ്സിലായോ? ആ ഒരു ഹീറ്റ് ആവുന്ന ടെക്നോളജി സെയിം ആണ്. അതിന് വരുന്ന കോസ്റ്റും ഏകദേശം സെയിം ആണ്. പിന്നെ നിങ്ങൾ എന്തിനാ 15000 രൂപേന്റെ സാധനമൊക്കെ പോയി വാങ്ങുന്നത്? നിങ്ങൾക്ക് പ്രീ ഹീറ്റർ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഒരു 7000 രൂപ മുടക്കിയാൽ മതി. 7000 രൂപ മതി. കമ്പനി ഏതാ അറിയാം? മിജിങ്ങിന്റെ MS1 എന്ന് പറഞ്ഞ സാധനം. മിജിങ്ങിന്റെ MS1. മിജിങ് MS1. സ്ക്രീൻ കാണണ്ടോ? സ്ക്രീൻ കാണണ്ടോ? ഓക്കെ. ഫ്രീ ഹീറ്റർ നിങ്ങൾ ഒരുപാട് പൈസ മുടക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല.
ഓക്കെ, ഇത്ര പൈസ മുടക്കിയാൽ ഈ മിജിങ്ങിന്റെ സാധനത്തിന് ഏകദേശം എനിക്ക് തോന്നുന്നു 7200 രൂപട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതിലും കുറഞ്ഞ റേറ്റിന് വേണമെങ്കിൽ കിട്ടും തോന്നുന്നുണ്ട്. ഇനി 16 സീരീസ് ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു 600 അറേഞ്ച് വരുന്നുണ്ട്. 16 സീരീസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള മോഡലിന് അതൊരു പ്ലേറ്റ് എക്സ്ട്രാ വരും അതിൻ്റെ കൂടെ. ഇത്ര വിലയുള്ള ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആരെയും റേറ്റ് കൂടുതലായിരുന്നു? സൂം യൂസർ ഇത് വാങ്ങിച്ച് ഞങ്ങൾ പരിപാടി തുടങ്ങാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങുകയാണെങ്കിൽ ബാക്കി ഐഡിയ നമ്മൾ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇനി പ്രീ ഹീറ്റർ അല്ലാതെ അതിൻ്റെ കൂടെ വേറെ എന്താ വേണ്ടി? പിന്നെ സ്റ്റെൻസിൽ വേണം അല്ലേ, ലെയർ റീബോൾ ചെയ്യാനുള്ള സ്റ്റെൻസിൽ. അത് മാഗ്നറ്റിക് ആണ് വരിക, മാഗ്നറ്റിക് സ്റ്റെൻസിലാണ് വരിക. 3D സ്റ്റെൻസിൽ, മാഗ്നറ്റിക് സ്റ്റെൻസിൽ. അത് നിങ്ങൾക്ക് മിജിങ്ങിൻ്റെ തന്നെ വാങ്ങാം. മിജിങ്ങിൻ്റെ Z20 Pro. Z20 Proക്ക് ഏകദേശം 3600 രൂപ ഉണ്ട്. 3600. ഈ രണ്ട് സാധനം ഉണ്ട് നിങ്ങൾക്ക്. ലെയർ സെപ്പറേറ്റ് ചെയ്യാം, റീബോൾ ചെയ്യാം, ഫിക്സും ചെയ്യാം. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്താ വേണ്ടി? നമുക്ക് PPD വേണം അല്ലേ, ലെയർ റീബോൾ ചെയ്യാനുള്ള PPD വേണം. ഇത് എത്രയാണ്? ഏതാണ് ഡിഗ്രി? എത്ര ഡിഗ്രീൻ്റെ PPD വേണ്ടേ? 138. 138 ഡിഗ്രീൻ്റെ PPD ആണ് യൂസ് ചെയ്യുക. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ചെയ്യാത്ത ആളുകൾ ഇത്രയും സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സാൻഡ്വിച്ച് ബോർഡിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങളെ വരുമാനത്തിൽ നിന്ന്, നിങ്ങളെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ സാലറി അല്ലേ. 20,000 25,000 ഒക്കെ വാങ്ങുന്ന ആളും ചിലപ്പം സാൻഡ്വിച്ച് ബോർഡിൻ്റെ വർക്ക് ചെയ്യാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഈ 25,000 രൂപ നിങ്ങൾക്ക് പല രീതിയിൽ ചിലവായി പോകുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് ചിലവുണ്ടാവും? വീട്ടിലേക്കുള്ള ചിലവ്, EMI, ഫുഡിൻ്റെ എക്സ്പെൻസ്, ക്ലോത്തിങ്, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, ഹോസ്പിറ്റൽ ചിലവ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പോകുന്നുണ്ടാവും അല്ലേ? ആക്ച്വലി 25,000 രൂപ എവിടുന്നാണ് കിട്ടുന്നത്? നിങ്ങളെ സ്കില്ലിൽ നിന്നല്ലേ. നിങ്ങളെ സ്കില്ലിൽ നിന്നല്ലേ. നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങളെ മുറ്റത്ത് ഒരു തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തേങ്ങ തരണമെങ്കിൽ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതിന് തടക്കം എടുത്തിട്ട് അതിന് ഇല ഇട്ട് കൊടുക്കുന്ന സിസ്റ്റമൊക്കെ അല്ലേ അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാണ് അല്ലേ? മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതിനെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ? കല്യാണം കഴിഞ്ഞോലാണെങ്കിൽ ഇപ്പം ഭാര്യമാരെ അവർക്ക് എന്തെങ്കിലും മുട്ടായി ഒക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കണ്ടേ? അവർ ചിലപ്പോൾ ഒരു സിനിമ കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോവും അല്ലേ? അവരെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എന്നാലല്ലേ അവർ ആ ഒരു സ്നേഹം അങ്ങോട്ട് തരുള്ളൂ അല്ലേ? അല്ലെ കാലാകാലം കൂടെ ഉണ്ടാവണമെങ്കിൽ. അപ്പം നമുക്ക് ഈ സാലറി കിട്ടുന്നത് നമ്മളെ സ്കില്ലിൽ നിന്നാണ്. നമ്മൾക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മളെ ഒന്നുകിൽ ആ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ആക്കാൻ നോക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ ആ എമൗണ്ട്, തരുന്ന എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ചൂണ്ടലിടുന്നത് അങ്ങോട്ട് മീനിനെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വലിയ മീനിനെ പിടിക്കുന്നത്. അതന്നെയാണ് പരിപാടി. ഈ നിങ്ങൾക്ക് 25,000 രൂപ വാങ്ങുന്ന ആൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ടൂൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിന്ന് നിങ്ങൾ പൈസ മുടക്കിയിട്ടുണ്ടോ? എത്ര പേര് മുടക്കിയിട്ടുണ്ട്? ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സാലറി കൂട്ടി നോക്കുക, എന്നിട്ട് എത്ര രൂപ നിങ്ങൾ പഠിക്കാനും അല്ല നിങ്ങളെ പ്രൊഫഷനിൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നുള്ളൂ. നിങ്ങളുടെ ടൂള് പേഴ്സണലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനല്ലേ. ചിലപ്പോൾ ഓണർ വാങ്ങി തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ആവും.
സ്കില്ല് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അയാൾക്ക് സാലറി കൂട്ടി തരേണ്ടി വരും. എത്ര പേര് സാലറി ഫണ്ട് ബാക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഉണ്ടെങ്കിൽ യെസ് പറയാം. റീസെന്റ് അപ്ഡേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തോലൊന്നും പറയണ്ട. അപ്ഡേഷൻ കോഴ്സിന് ചിലപ്പോൾ നിങ്ങളെ പൈസ ഒക്കെ മുടക്കിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എല്ലാ കൊല്ലവും ചെയ്യേണ്ട കേസ്. എല്ലാ കൊല്ലവും നമ്മളെ സാലറിൻ്റെ ഒരു 10% നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ടൂൾസ് ആയാലും നമ്മളെ സ്കില്ലായാലും ഡെവലപ്പ് ആക്കണം. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ 25,000 ഉള്ളതിന് മാറ്റം വരും. അതന്നെ, വേറെ ഒന്നുമില്ല. 25,000 ചിലപ്പോൾ 30,000 35,000 ഒക്കെ ആവും അടുത്ത കൊല്ലത്തേക്ക്. ഒന്നും ചെയ്തില്ല ചിലപ്പോൾ 25,000 തന്നെ നിൽക്കും, അല്ലെങ്കിൽ 20,000 പോകും. കാരണം അവിടെ വേറെ ആള് നിങ്ങളിലും അടിപൊളിയായിട്ടുള്ള ആൾ അവിടെ കയറും. നിങ്ങളെ ഷോപ്പിലേക്ക് ഇപ്പം ഐഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ കയറി വന്ന് ഞങ്ങൾക്ക് ഒരു അസൂയ ഉണ്ടാവില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടി ഒരാൾ ചെയ്യുകയാണെന്നുള്ള ഈ ചങ്ങായിനായിരിക്കും ഓണർ, ഇനിയിപ്പോൾ ഇയാളായിരിക്കും ഭയങ്കര സോപ്പിടലൊക്കെ ഉണ്ടാവും, നമ്മളോടുള്ള കണക്ഷനൊക്കെ പോകുന്നൊക്കെ തോന്നൂലേ? ഇല്ലേ? നിങ്ങളിത് ബ്രോഡ്കാസ്റ്റ് ആക്കിയോ? 10-12 പേരുണ്ടല്ലോ. ആ സാധനമൊക്കെ വെറുതെ തോന്നി കുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളതിൽ മാറ്റം കൊണ്ടുവരണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ആള് ചിലപ്പം ഐഫോൺ 8 വരെയുള്ള വർക്ക് റിപ്പയറും ചെയ്യുന്നുണ്ടാവും, സാൻഡ്വിച്ച് ബോർഡ് തൊട്ടിട്ടുണ്ടാവില്ല, പ്രീ ഹീറ്റർ ചിലപ്പോൾ ഓണർ വാങ്ങി തരുന്നുണ്ടാവില്ല. ഓക്കെ, ഓണർ വാങ്ങി തരുന്നില്ല, ഓണർക്ക് തോന്നുകയാണ് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല, പിന്നെ ഞാൻ എന്തിനാ വാങ്ങി തരുന്നത്? നിങ്ങൾ എന്ത് ചെയ്തോളി, സാലറിന്ന് ഒരു 2,000 രൂപ മാറ്റി വെക്കി ഒരു പെട്ടിയിലിടി. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടോ 4 മാസം കഴിഞ്ഞിട്ടോ നിങ്ങൾ ഒരു പ്രീ ഹീറ്റർ പൈസ കൊടുത്ത് വാങ്ങി, നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങും. എന്നിട്ട് ഓണറോട് പറയാം, അല്ല ഓണറെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുക, പൈസ ഞാൻ തരാമെന്ന് പറയാം, എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ വാങ്ങിത്തരണം എന്ന് പറയാം. അപ്പോൾ അയാൾക്ക് അതിൻ്റെ പെയിന് വരുള്ളൂ. കാരണം ഞാനിവിടെ മുരടിച്ച് കിടക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയും. ഞാൻ ഈ ഫീൽഡിനെ ഫോക്കസ് ചെയ്തിട്ട് ഇതെൻ്റെ പ്രൊഫഷനാണ്, ഇതിലെനിക്ക് എൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എൻ്റെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് വലിയ വലിയ വർക്കുകൾ ചെയ്യണം താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള ടൂൾസ് വേണം. ഞാൻ വാങ്ങിത്തരാൻ ഇതിൻ്റെ പൈസ എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച പൈസ നിങ്ങൾ ഇതിന് വാങ്ങി തരുന്നു പറയും. ഇങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കി എന്താ സംഭവിക്കാൻ? ആ ഓണർ ആകെ ടെൻഷൻ അടിച്ചു പോകും. നല്ലൊരു മനുഷ്യനാണെങ്കിൽ മൂപ്പർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. എന്താ ശീത്തെ അല്ലേ? ടെൻഷൻ ആവൂലേ? പക്ഷെ അത് അയാൾ സാധനം പ്രീ ഹീറ്റർ ചിലപ്പോൾ വാങ്ങിത്തരും, അതിന് ശേഷം ആ പൈസ നിങ്ങൾക്ക് തിരിച്ചും തരും. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇതൊക്കെ ആരുടെ ആവശ്യമാണ്? ഓണർമാർക്ക് ചിലപ്പോൾ അത്ര ഒന്നും ഐഡിയ ഉണ്ടാവില്ല. നിങ്ങളെ വിഷയങ്ങൾ എന്താണ്, നിങ്ങളെന്താ ആയിത്തീരേണ്ടത്, നിങ്ങളെ ഫോക്കസ് എന്താണ്, നിങ്ങളെ പാഷൻ എന്താണ്, ഇതൊന്നും അയാൾക്ക് അറിയുണ്ടാവില്ല. അത് നമ്മളായിട്ട് അത് ചെയ്യുമ്പോഴാണ് അവരത് തിരിച്ചറിയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അതിങ്ങനെ ഒരു സാധനം ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അയാൾ വാങ്ങാൻ പോകുമ്പോൾ അയാൾക്ക് ആ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ പൈസ എനിക്ക് തിരിച്ചു തന്നിട്ട് ഇത് കുഴപ്പമില്ല, അത് ഷോപ്പിൻ്റെ വക തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വാങ്ങിത്തരും. ഇനി വാങ്ങി തന്നില്ല എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ തന്നെ വാങ്ങി, നിങ്ങളവിടെ വെച്ച് നിങ്ങൾ അതിൽ 1-2 ക്ലൗഡ് ബോർഡിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ച്, ഓക്കെ, എന്നിട്ട് ഒരു ഡെഡ് സെറ്റ് വന്നു, ഒരു ഐഫോൺ എക്സ് ഡെഡിൽ വന്നു, നിങ്ങൾ അയിമൽ വെച്ച് ഇത് സെപ്പറേറ്റ് ചെയ്ത് ഷോർട്ട് കണ്ടെത്തി പാക്ക് ചെയ്ത് 5,000 രൂപ 6,000 രൂപ കസ്റ്റമറോട് വാങ്ങുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് 5,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഓണർ ഞെട്ടിയുണ്ടാവും. ഇവന് ഇതുവരെ ചെയ്ത വർക്ക് 1,000 രൂപേൻ്റെ ആണ്, 1000 1500 മാക്സിമം വാങ്ങല്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് 5,000 രൂപ വാങ്ങിയത്? ഓണർ നോക്കൂലേ? അപ്പോൾ സാൻഡ്വിച്ച് ബോർഡ് വർക്കാണ്, അതിന് അത്ര കോസ്റ്റ് ഉണ്ട്, ഞാൻ എൻ്റെ മെഷീനൊക്കെ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ അയാൾ അത് വാങ്ങിത്തരും. രണ്ടാമത്തെ ഒരു സെറ്റും വന്നു, ഒരു എക്സസും വന്നു, അതും ഇതേപോലെ നിങ്ങൾ റെഡിയാക്കി നല്ലൊരു എമൗണ്ട് ഇയാൾക്ക് സർവീസ് ചാർജ് ഇട്ട്, ഓക്കെ. പിന്നെ അടുത്ത മാസം നിങ്ങൾ പോവാന്ന് പറഞ്ഞു നോക്കി, ഇതിൻ്റെ പോണ എന്താ കാരണം എന്ന് ചോദിക്കും. പോവാന്ന് പറയണ്ട, നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങളെ സാലറി കൂട്ടി ചോദിച്ചൂടെ? എനിക്ക് പേയ്മെന്റിൽ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചൂടെ? കാരണം നിങ്ങൾ ഓണർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓണർ നിങ്ങൾക്കും തരാൻ ബാധ്യസ്ഥരല്ലേ?
അല്ലേ? അയാൾ സാലറി കൂട്ടിത്തരും. പ്രീ ഹീറ്റർ അവിടെ നിന്നോട്ടെ, 2000 രൂപ മുടക്കിയിട്ടാണ് നിങ്ങളെ സാലറി നിങ്ങൾ കൂട്ടിയത്. നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. നിങ്ങൾ 25,000 സാലറിയിൽ 2000 രൂപ നിങ്ങൾ മാറ്റി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം 35,000 സാലറി ആയത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ 32,000 രൂപ സാലറി ആക്കി തന്നെന്ന് വിചാരിച്ചോ. ഒരു മാസം കൊണ്ട് നിങ്ങളെ വാങ്ങി പ്രീ ഹീറ്ററിന്റെ പൈസ നിങ്ങൾ തിരിച്ച് സാലറി ആയിട്ട് കിട്ടിയില്ലേ? ആ പ്രീ ഹീറ്റർ നിങ്ങളതാണാനും. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രീ ഹീറ്റർ കൊണ്ടുപോകാം. മനസ്സിലായോ? ഇങ്ങനൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടോ. നമ്മളെ റിയൽ പ്രാക്ടീസാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഐഫോൺ റിപ്പയറിങ്ങിലൊക്കെ കടന്നു വന്നത് ഈ രീതിയിലുള്ള പല പരിപാടികളും ചെയ്തിട്ടാണ്. നമുക്ക് വർത്തെല്ലാം തോന്നുകയാണെങ്കിൽ അപ്പം അവിടെ നിന്ന് ഇറങ്ങണം. ഒരു പ്ലാൻ ഇല്ലാത്ത, ഒരു വിഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ പേയ്മെന്റ് കൂട്ടി തരാത്ത, നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത, നിങ്ങളെ പൊട്ടനാക്കി അവിടെ ഇരുത്തുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. നിങ്ങളെ സമയം വെറുതെ കളയുന്നതിൽ ഒരു കാര്യമില്ല. ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞല്ലോ, 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും മാറ്റമില്ലാത്ത നാടായിരുന്നു മുമ്പ്. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഫുള്ള് മാറും. ഈ മാങ്കാവ് റോഡിലേക്ക്, കോഴിക്കോട് മാങ്കാവ് റോഡിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടൊരു പ്രശ്നമില്ല. ഇപ്പം അതിലെ പോകുമ്പോൾ അവിടെ ലുലു മാൾ വന്നു. എന്ത് പെട്ടെന്ന് അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇതിങ്ങനെ ഒരു മാളൊക്കെ ഇവിടെ ഉള്ള തുറന്നൊക്കെ നോക്കും ആൾക്കാർ. അപ്പം മൊത്ത കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളെ ഫീൽഡിൽ എത്ര റുപ്യ സാലറി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര റുപ്യ ഇൻകം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്? നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് ഒന്നും അല്ല ശരിക്കും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ 1 lakh ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായിരുന്നു? നിങ്ങൾ 1 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഇൻകം കിട്ടുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം റുപ്യേൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ ലെവല് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നല്ല. അപ്പം നിങ്ങൾ നിൽക്കുന്ന അവസ്ഥനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. 10 റുപ്യ 20 റുപ്യ 30 റുപ്യ ഉണ്ടാക്കുന്ന ആളെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പം അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ ഈ രീതിയിലുള്ള ട്രിക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പം അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാൻഡ്വിച്ച് ബോർഡ് റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സാൻഡ്വിച്ച് ബോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ നോക്കിയിട്ട് ഫെയിലായ ആളുകളുണ്ടോ? സാൻഡ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ പറയാം. സാറേ ഞാൻ പ്രീ ഹീറ്ററിലും വിത്തൗട്ട് പ്രീ ഹീറ്ററിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിത്തൗട്ട് പ്രീ ഹീറ്റർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡെഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹീറ്റും എയറും എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പ്രീ ഹീറ്ററിൽ ചെയ്യാൻ ആരെങ്കിലും ഐഡിയ തന്നു? സീനിയറാ, സീനിയറുണ്ട്, ടെക്നീഷ്യൻ, സീനിയർ ടെക്നീഷ്യൻ. ഓനെ പിടിച്ച് കുത്തിയാ പോരെ? അല്ല, അവൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ചെയ്ത് നോക്കിയതാ. അതില് 1-2 വട്ടം, ഒരു വട്ടം ഡെഡായി പോയിട്ടുണ്ട്. ഏതാ മോഡല് ചെയ്തിന്? 13 ആണ്. 13 ആണ്. ഹീറ്റ് എത്രയായിരുന്നു? ഹീറ്റ് 360. 360 80. ബ്ലോവർ ഉണ്ട് അല്ലേ? 360. എയർ എത്ര? എയർ 80 to 90 ഉള്ളിലിട്ട്. ശരി. സീനിയർക്ക് എന്തോ ലക്കിന് ഓൺ ആയി പോയതാട്ടോ. അത് അവൻ 100 120 ഓൺ ആക്കിയത്, എയർ ഇട്ടിരുന്നത്. ഞാൻ 80 ഇട്ടപ്പോ. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ബ്ലോവർ മാത്രം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 340 ആണ്. 340 ചെയ്യേണ്ടത്. ഇവിടെ വിത്തൗട്ട് നോസിൽ. പിന്നെ വേറെ വിഷയമുണ്ട്. ഞാൻ പറയുന്ന എൻ്റെ ഹീറ്റ് ഏതായിരിക്കും? ക്യുക്ക് 861DW എന്ന് പറഞ്ഞ മെഷീൻ്റെ ഹീറ്റ് ആയിരിക്കും. വേറെ ഒരു മെഷീൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ ക്യുക്ക് 2008 ഇല്ലേ? ക്യുക്ക് 2008 ഈ മെഷീനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 360 ചെയ്യാം. നോ പ്രോബ്ലം. 360 കാണുന്നുണ്ട് എല്ലാവരും?
കാണുന്നുണ്ട്. ഓക്കെ. അതെയല്ലേ? ആ. അതേപോലെ ഈ 340/40 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഹീറ്റ് ആയിരിക്കണം. കണ്ടിന്യൂസ് ഹീറ്റ്, കണ്ടിന്യൂസ് ഫ്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മീൻസ് കണ്ടിന്യൂസ് റൊട്ടേറ്റഡ് ഫ്ലോ, കണ്ടിന്യൂസ് റൊട്ടേഷൻ ആയിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ എവിടെയും പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ 13 ആണെങ്കിൽ ഇത് 13ന്റെ മദർ ബോർഡ് ആണെങ്കിൽ എവിടെ CPU വരുന്നത്? നിങ്ങൾ ബോർഡ് ഓവറോണ്ട് ഒരു ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ CPU എവിടെ വരുന്നതെന്ന് അനലൈസ് ചെയ്യാം. CPU ചിലപ്പം ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്, അല്ലേ? ഈ ഒരു ഭാഗത്താണ് CPU വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ഏരിയയും ഫോക്കസ് ചെയ്യുക. ഈ ഏരിയ തന്നെ നിൽക്കാൻ പാടുണ്ടോ? ഇല്ല, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, ഈ ഭാഗം കൊടുക്കുക, പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുക. ഇവിടെ സ്ലോലി മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിർത്തുക, ഈ ഭാഗത്ത് കൂടുതൽ നേരം ഹീറ്റ് അടിക്കുക വേണ്ട. മനസ്സിലായോ? കാരണം CPU-ന്റെ നേരെ ബാക്ക് സൈഡ് നിങ്ങൾ കൂടുതൽ ടൈം ഹീറ്റ് കൊടുക്കുക, കൂടുതൽ എയറിൽ നിങ്ങൾ വർക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ CPU ഡ്രൈ ആവും. ഓക്കെ, ഇനി നിങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ നോക്കേണ്ട ടൈം ഉണ്ടല്ലോ, ലിഫ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നോക്കാൻ പാടില്ല. ഏകദേശം 2.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. 2.5 മിനിറ്റ്സ് പ്ലസ് 2.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 180 സെക്കൻഡ് അല്ലേ? എത്ര? 180 അല്ല, 120, 150 സെക്കൻഡ് അല്ലേ? 150 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? ബോർഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ബോർഡ് ലിഫ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ലിഫ്റ്റ് ചെയ്യൽ എല്ലാവരും? ബ്ലേഡ് യൂസ് ചെയ്യുക. അവിടെ നമ്പർ 4 ബ്ലേഡാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. നമ്പർ 4 ബ്ലേഡ്, നമ്പർ 4 സർജിക്കലിൽ നമ്പർ 4 ഇങ്ങനെ വരുന്ന ബ്ലേഡ്. ഈ ഭാഗം ഷാർപ്പായിരിക്കും. ഓക്കെ, ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഈ കോർണറോ അല്ലെങ്കിൽ ഈ കോർണറോ ഒക്കെ ഏതെങ്കിലും കോർണറിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ട്വിസ്റ്റ് ചെയ്യുക. ബ്ലേഡിനെ ഒരു അനക്കം ഇൻസേർട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഉള്ളോട്ട് കയറി പോകരുത്. ഇവിടെയൊക്കെ കമ്പോണൻസ് ഉണ്ടാവും, ഇവിടേക്ക് ഒന്നും കയറാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഹോൾ കിട്ടും, ഈ സ്ക്രൂ ഹോൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ സ്ക്രൂ ഹോൾ ഉള്ള ഭാഗത്തു നിന്ന് കയറ്റുന്നതാണ് കുറച്ചുകൂടെ സേഫ്. കാരണം ഇത് ഉള്ളോട്ടേക്ക് കയറി പോകില്ല. ഈ സ്ക്രൂ ഹോളിൻ്റെ അവിടെ ലോക്ക് ഉണ്ടാവും, പ്രീഹീറ്ററിൻ്റെ അകത്ത് ലോക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും ബ്ലേഡ്. സോ സിമ്പിളായിട്ട് ആക്സസ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ട്വിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ പോർഷനെ ഇൻസേർട്ട് ചെയ്യുള്ളൂ. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ബ്ലേഡിനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇങ്ങനെ തെറ്റിക്കും. ഈ തെറ്റിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പ്രഷർ വരും. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ബോർഡ് ഉണ്ടാവും, സിമ്പിളായിട്ട് സെപ്പറേറ്റ് ആവും. ഓക്കെ, ഇതിൽ കൂടുതൽ നിങ്ങൾ ഹീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡേഞ്ചറാണ്. ബോർഡിന് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് സെക്കൻഡറി ആണ്. ഇപ്പോൾ പറഞ്ഞ ഈ കേസ് സെക്കൻഡറി ആണ്. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീ ഹീറ്റർ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇത് വിത്തൗട്ട് പ്രീ ഹീറ്റർ നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇത് നോട്ട് ചെയ്തോ? ഇതിൽ ഇനി ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കേസിൽ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ചോദിക്കട്ടോ, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പറയില്ല. ബോർഡ് വെക്കുമ്പോ ഒരു സൈഡ് ഇരിക്കാത്ത ഇഷ്യൂ ഒക്കെ വരലുണ്ട്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഒരു സൈഡ് ഇരിക്കാത്ത തിരിച്ച് വെക്കുമ്പോ ഒരു സൈഡ് അങ്ങനെ എന്തെങ്കിലും ഏത് ബോർഡാ, ഏത് മോഡലാ? 12-നൊക്കെ വരലുണ്ട്. സാധാരണ ഒരു സൈഡ് ഇപ്പോ പഞ്ച് ചെയ്യുമ്പോ ഒരു സൈഡ് ഇരിക്കും. ബെൻഡുള്ള ഫോണൊക്കെ ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇരിക്കാത്ത വിഷയമുണ്ട്. ആക്ച്വലി ഇതിന്റെ വിഷയം എന്താ അറിയോ? ഇതൊരു ബോർഡ്, ഇതിന്റെ മേലെ മറ്റൊരു ബോർഡ് അല്ലേ? എല്ലാ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാലും
അല്ലേ? ആ ആ ഇതിനെ തമ്മിൽ എന്താക്കിയതാണ്? പ്രസ് ചെയ്തതാണ്. പ്രസ് ചെയ്തിട്ടാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. ഈ പ്രസ് ചെയ്യാൻ ശരിക്കും ഈ സാധനം രണ്ടും സ്ട്രൈറ്റ് ഉള്ള രണ്ട് സാധനങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനെ കമ്പനി എന്താക്കിയാണ്? പ്രസ് ചെയ്തിട്ട് അമർത്തി ഇങ്ങനെ ആക്കിയതാണ്. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആയ ആർക്കെങ്കിലും? ക്ലിയർ ആയി. മനസ്സിലായില്ലേ? ഇത് കമ്പനിന്റെ മെഷീൻ പ്രസ്സിംഗ് ആണ് വരുന്നത്. അതിൽ എന്തായിട്ടുണ്ട്? അതിനെ പ്രഷർ കൊടുത്തിട്ടാണ് ഇതിനെ പക്ക ജോയിൻ ആക്കിയത്. നോർമലി അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്നത്, ഗ്യാപ്പ് ഉള്ളത്. നമ്മൾ വിചാരിക്കും ബോർഡ് ബെൻഡാണ്. ബെൻഡായാലും വരും, അത് വേറെ വിഷയം. പക്ഷേ നോർമലി ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടാവും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭാഗത്തിന് പ്രഷർ കൊടുത്തിട്ട് അതിനെ ഇരുത്തണം. രണ്ട് ഭാഗവും ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഇവിടെയും പ്രഷർ കൊടുക്കണം. സെൻറ്ററിൽ പ്രഷർ കൊടുക്കേണ്ടി വരില്ല. സെൻറ്ററിൽ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടോ? എൻ്റെ കൈ കണ്ടോ? അപ്പം മുകളിലും താഴെയും ഗ്യാപ്പില്ലേ? അപ്പം ഇവിടെയും പ്രഷർ കൊടുക്കണം, ഇവിടെയും പ്രഷർ കൊടുക്കണം. അപ്പം അത് അടഞ്ഞോളും. പ്രഷർ കൊടുക്കാൻ നിങ്ങൾക്ക് കോയിനോ അല്ലെങ്കിൽ കുറച്ച് ചെറിയ വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഓക്കെ, ബോർഡ് ഇപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ കോയിൻ വെച്ച് കൊടുക്കുക, ഇവിടെയും കോയിൻ വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ കോയിൻ്റെ മേലെ തന്നെ ഒരു കോയിനോ 2 കോയിനോ 3 കോയിനോ 4 കോയിനോ ഒക്കെ വെക്കാം. അതിനനുസരിച്ച് ഇവിടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബോർഡ് ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ പ്രഷർ വന്നിട്ട് പ്രശ്നമാവും. ഒരു ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ മറ്റേ ഭാഗം പൊന്തിപ്പോവും, അല്ല ഡ്രൈ ആയി പോവും. ഓക്കെ, വേറെ ഡൗട്ട് ഉണ്ടോ? ചില കേസിൽ നല്ല വെയിറ്റ് വെക്കേണ്ടി വരലുണ്ട് കേട്ടോ. iPhone 13 കേസ് തന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ പെട്ടെന്നൊന്നും ലെയർ ഷോർട്ടായി പോവാറില്ല. ഓക്കെ, ഇനി നോർമലി സാൻഡ്വിച്ച് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പ്രീ ഹീറ്റർ എത്ര ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യല്? എത്ര ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റർ സെറ്റ് ചെയ്യല്? 170 to 200 170 to 200. ബാക്കിയുള്ള ആളുകൾ നിലവിൽ ചെയ്യുന്നവരെ ഹീറ്റൊക്കെ ഒന്ന് പറഞ്ഞേ. 180 200. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നോർമലി നമുക്ക് 3 ടൈപ്പ് ബോർഡ് വരുന്നുണ്ട്. 3 ടൈപ്പ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്നറിയോ? ലെയറിന്റെ ഇടയിലുള്ള ലെഡ് ഇല്ലേ, അത് ലൂസ് ആവണം അല്ലേ? അത് ഹീറ്റ് കൊണ്ടിട്ട് അത് മെൽറ്റ് ആവണം, അതായത് അത് ഉരുകണം അല്ലേ? അത് ഉരുകണമെങ്കിൽ എത്ര ഡിഗ്രി അവിടെ ചൂട് വരണം എന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ എത്ര ഡിഗ്രി ചൂട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആവും എന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കമ്പനി യൂസ് ചെയ്ത PPD അല്ലേ? ഈ ലെയറിന്റെ ഇടയിൽ കമ്പനി യൂസ് ചെയ്ത PPDന്റെ മെൽറ്റിംഗ് പോയിന്റ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രോപ്പറായിട്ട് പ്രീ ഹീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനി iPhone X മുതൽ 11 Pro Max വരെ കമ്പനി യൂസ് ചെയ്തത് 158 ഡിഗ്രിയാണ്. 158 ഡിഗ്രീൻ്റെ PPD ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ PPD നിങ്ങൾക്ക് ഉരുക്കി കിട്ടണം, പ്രോപ്പറായിട്ട് ഉരുക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റർ സെറ്റിങ്സ് മാക്സിമം 180 ഡിഗ്രി മതി. 180 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെഷീന് 180 ഡിഗ്രി എത്തുന്നതോട് കൂടി നിങ്ങൾക്ക് ഈ ബോർഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത് പ്രീ ഹീറ്ററിന്റെ ഹീറ്റാണ് കേട്ടോ. പ്രീ ഹീറ്റർ സെറ്റിങ്സ്. പ്രീ ഹീറ്റർ 180 സെറ്റ് ചെയ്യുക, മെഷീൻ ഓൺ ചെയ്യുക, ബോർഡ് വെക്കുക, എന്നിട്ട് സ്ലോലി ഹീറ്റ് ആവും അല്ലേ?
180 ഡിഗ്രി റീച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോർഡ് ലിഫ്റ്റ് ചെയ്യാം. കാരണം പ്രീ ഹീറ്റർ 180 ഡിഗ്രി എത്തുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് ഓൾറെഡി എത്തി. 158 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ 158 കുറച്ച് സമയം അവിടെ സ്റ്റേ ചെയ്യണം. 158 ഡിഗ്രി എത്തിയതിന് ശേഷം കുറച്ച് സമയം അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് എല്ലാ പിന്നിലേക്കും മെൽറ്റിംഗ് പോയിന്റ് എത്തുക. അപ്പോഴേക്കിന് പ്രീ ഹീറ്റർ 180ലേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 175 180 അത് ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നിങ്ങൾക്ക് കൂളായിട്ട് ലിഫ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ 4 നമ്പർ ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്വീസറോ അല്ലെങ്കിൽ ട്വീസർ കൊണ്ട് പൊക്കിയെടുക്കാം, അല്ല സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് എടുക്കാം, അല്ലെ മാഗ്നറ്റിക് വെച്ചിട്ട് എടുക്കുന്ന കണ്ടില്ലേ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈപ്പ് മദർ ബോർഡ്, അതായത് ഫസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 12 സീരീസ് 13 സീരീസ് 12 സീരീസ് 13 സീരീസ് അതേപോലെ 14 15 ഒക്കെ ഇതിൽ ഗുണപ്പെടുത്താം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ 183 ആണ് മെൽറ്റിംഗ് പോയിന്റ്. 183 ഡിഗ്രി തന്നെ 190 എന്നും പറയുന്നുണ്ട്. 190 ഡിഗ്രി എന്നും പറയുന്നുണ്ട്. ചില ബോർഡുകൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ട്. ഇത് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റർ സെറ്റിംഗ്സ് എത്രയിലേക്ക് പോകേണ്ടി വരും? ഇതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞേ എനിബഡി. 200 അല്ലേ പെണ്ണ്, 200 അല്ലേ 210? ആ, ഏകദേശം 200 എബോവ് പോകേണ്ടി വരും അല്ലേ? 210 അല്ല 220 ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പ്രീ ഹീറ്റർ സെറ്റിംഗ്സ്. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ? നിങ്ങളെ മദർ ബോർഡിലുള്ള ഐസികളില്ലേ, ഐസീസ്, മദർ ബോർഡിലുള്ള ഐസീസ് ഇല്ലേ, ലോവർ ബോർഡിലും അപ്പർ ബോർഡിലൊക്കെ ഉള്ള ആ ഐസികളുടെ ലെഡിന്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ, അത് എത്രയാണെന്നറിയോ? അത് ഏകദേശം 220 ആണ്, അറൗണ്ട് 220 ആണ് അത്. സോ നിങ്ങളെ പ്രീ ഹീറ്റർ നിങ്ങൾ 220 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബോർഡിലുള്ള ഐസികളെ മെൽറ്റിംഗ് പോയിന്റിനെ എഫക്ട് ചെയ്യില്ലേ? ചെയ്യൂലേ? ചെയ്യും. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 220 സെറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കാത്തിക്കണം, ഇത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മെല്ലെ ബോർഡൊക്കെ പൊക്കി എടുക്കുമ്പോഴേക്കിന് എന്ത് പറ്റിയിട്ടുണ്ടാവും? ലോവർ ബോർഡിലെ ഐസികളൊക്കെ ചിലപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പർ ബോർഡിലെ ഐസീസ് ഡ്രൈ ആയിട്ടുണ്ടാവും. നിങ്ങൾ അടിപൊളിയിൽ ലെയറൊക്കെ നിങ്ങൾ റീബോൾ ചെയ്ത് വെക്കും, പക്ഷേ ബോർഡ് വേറെ കംപ്ലൈന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ വൈഫൈ ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടാവും, നല്ല ലോഗ് ഓൺലിയിലൊക്കെ പോയിട്ടുണ്ടാവും സെറ്റ്. അപ്പൊ ഈ പരിപാടി ഇറ്റ് ഈസ് ഡേഞ്ചർ, ഇത് ഡേഞ്ചറാണ്. ഇത് കാരണമാണ് പല ആൾക്കാരും സാൻഡ്വിച്ച് ബോർഡ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ ചെയ്യാതിരിക്കുന്നത്. പ്രീ ഹീറ്ററൊക്കെ വാങ്ങി പരിപാടി തുടങ്ങി 1-2 സെറ്റ് ചെയ്ത് 2 സെറ്റും ഡെഡായി. പിന്നെ ഈ പരിപാടി നമുക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പരിപാടി നിർത്തി അല്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ട് അതിൽ. ഇപ്പൊ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. സെറ്റായി. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തപ്പോ തന്നെ ഫസ്റ്റ് ബോർഡ് തന്നെ ലെയർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെഡ് ആയിരുന്നു. ഇങ്ങനെ ഹീറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഡെഡ് ആയിരുന്നു. അതിനുശേഷം അതേപോലെ ഈ ഒരു ഹീറ്റ് റീച്ച് ചെയ്യുന്ന സമയത്ത്, ഇവിടെ 180 റീച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 220 സെറ്റ് ചെയ്തിട്ടുണ്ട്. 220 റീച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കാരണം 220 ഈ മദർ ബോർഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം മെൽറ്റ് ആവുക ഈ 183 അല്ലേ, അതായത് ലെയർ അല്ലേ ആദ്യം മെൽറ്റ് ആവുക. ലെയർ മെൽറ്റ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റണം. പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ലോലി ആ ഹീറ്റ് എവിടേക്കും എത്തും? ഐസികളിലേക്കും എത്തും. ഐസി മെൽറ്റ് ആവാൻ തുടങ്ങും. ഐസി മെൽറ്റ് ആവാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐസിക്കും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്ലൂഡ് ഐസീസ് ആണെങ്കിൽ
അതായത് ഗമ്മുള്ള ICs ആണെങ്കിൽ അത് ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതിൻ്റെ അടിഭാഗത്താണ് ചൂട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ അല്ലേ ICകൾക്കുള്ളിലുള്ള ഗ്ലൂ. അത് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ആവാൻ തുടങ്ങും. അപ്പോൾ ഐസിൻ്റെ ബോൾസിനെ അത് പിടിച്ച് പൊന്തിച്ച് കളയും. അതാണ് ഡ്രൈ ആവുക എന്ന് പറയുന്നത്. ബോൾസ് ഒരനക്കം ബോർഡിൽ നിന്നും കൂടി കയറി നിൽക്കും. നമുക്ക് ഫിസിക്കലി കാണാനൊന്നും പറ്റൂല, പക്ഷെ ആ ഐസിൻ്റെ കണക്ഷൻസ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 220 സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ 220 സെറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ആ 220 റീച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം. ഇതിൻ്റെ കേസിൽ പറ്റും. 180ൻ്റെ കേസിൽ ഈ 158 റീച്ച് ചെയ്യും, നമുക്ക് അപ്പം തന്നെ പൊക്കാൻ പറ്റും. പക്ഷേ 220ൻ്റെ കേസിൽ നമുക്ക് പറ്റാറില്ല. കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ 220 സെറ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്യുന്ന ആളുകൾ പറയട്ടെ, 220 റീച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റലുണ്ടോ? കുറച്ചധികം ടൈം എടുക്കല്ലേ? 12ന്റെ മേലേക്ക് വരുന്ന സമയത്ത് പ്രീ ഹീറ്റിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മേലിന്ന് ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? മസ്റ്റാണ്. നിങ്ങൾക്ക് 220ൽ ആ അറ്റ് എ ടൈം സെയിം ടൈം പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ബദൽ സംവിധാനം നിങ്ങൾക്ക് വേണം. മനസ്സിലായില്ലേ? നമ്മളെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 220ക്ക് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 190 ആണ്. 190 നമുക്കിവിടെ 190 തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റ്, അല്ലെ? 183 ആണ് മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ പ്രീ ഹീറ്ററിൽ കൊടുക്കുന്നത് 190 തന്നെയാണ്. ഓക്കെ, പ്ലസ് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ബ്ലോവർ കൊണ്ട് ഹീറ്റും കൊടുക്കും. മുകളിൽ നിന്ന് ബ്ലോവർ കൊണ്ട് ഹീറ്റും കൂടെ കൊടുക്കും. ഇവിടെ എത്ര ആയിരിക്കും ഹീറ്റ്? 340 വിത്തൗട്ട് നോസിൽ. ഇത് നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ കൊടുക്കാം. അത് പ്രീ ഹീറ്റർ ഓൺ ആക്കുമ്പോൾ മുതൽ തന്നെ ഹീറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പരിപാടിയില്ലേ, കണ്ടിന്യൂസ് ഫ്ലോ അല്ലേ? കണ്ടിന്യൂസ് ഫ്ലോ കൊടുത്തുകൊണ്ടിരിക്കുക, എവിടെയും ഹോൾഡ് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂസ് റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. 340-40ൽ വിത്തൗട്ട് നോസിൽ ഹീറ്റ് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അവോയ്ഡ് CPU ഏരിയ. CPUവിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യാതിരിക്കുക, ബാക്കി ഏരിയ ഫോക്കസ് ചെയ്യുക. ബ്ലേഡ് നമ്പർ 4 യൂസ് ചെയ്യുക. സിമ്പിളായിട്ട് ഈ 190 റീച്ച് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് 1 മിനിറ്റ് ഇവിടെ വെക്കാം. 190 റീച്ച് ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? ഈ ബോർഡിനെ ലിഫ്റ്റ് ചെയ്യും. ദിസ് ഈസ് സേഫസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ നിങ്ങൾ പൊക്കുകയാണെങ്കിൽ നിങ്ങളെ ബോർഡ് ഡ്രൈ ആവാനോ ഡെഡ് ആവാനോ, ഈ ലെയർ സെപ്പറേറ്റ് ചെയ്തതിൽ ഡെഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു 5%ലേക്ക് നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാം. 5% പറയാൻ കാരണം ചില ബോർഡുകളുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഹാർഡ് ഡ്രോപ്പ് ആയിട്ടൊക്കെ വന്ന സെറ്റുകൾ ചിലപ്പോൾ ഈ 190 ഹീറ്റ് തന്നെ പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. CPU ഒക്കെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നോർമൽ കേസിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടിപൊളിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ലോവർ ബോർഡിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം മറ്റൊരു കംപ്ലൈൻറ്റ് വരിക, ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് ഓൾറെഡി എത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂട്ടി കൊടുത്തില്ല. ഇവിടെ 158 ആവേണ്ട വിഷയത്തിന് നമ്മൾ 180 കൊടുത്തു. അപ്പോൾ ഇവിടെ 183 ആവേണ്ട അടുത്ത് നമ്മൾ 190 കൊടുക്കുന്നുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ ഹീറ്റ് കൂടണമല്ലോ അല്ലേ? ആ ഒരു സപ്പോർട്ടിനാണ് നമ്മളിവിടെ ബ്ലോവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലെയറിനെ ഹീറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് മുകൾ ഭാഗത്തുനിന്നൂടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 190 റീച്ച് ചെയ്ത് ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ബ്ലോവറിൻ്റെ ഹീറ്റ് മാറ്റം വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 14 Pro ചെയ്യുന്ന സമയത്ത്, iPhone 14 Pro ചെയ്യുന്ന സമയത്ത് ഇവിടെ 340 ഉള്ളത് 350 ആക്കുക. എയർ വേണമെങ്കിൽ ഒരു 45ലേക്കും ഇടാം. 350, 45. കാരണം 14 Pro Maxൻ്റെ ലെയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറച്ചുകൂടെ കൂടുതലാണ്. ഏകദേശം 200 ആ റേഞ്ചാണ്. കുറച്ചും കൂടി ഹാർഡാണ് അതിൻ്റെ പ്രിന്റുകൾ, ലെയറിൻ്റെ പ്രിന്റ്. ഓക്കെ, ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? 14 Pro കുറച്ച് ഹാർഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ
ഞാൻ ആകെ പറയുന്നത് ക്യുക്കിൻ്റെ ഹീറ്റ് കൺട്രോൾ മാത്രമാണ്. ക്യുക്ക് 861DWൻ്റെ ഹീറ്റ് കൺട്രോൾ മാത്രമാണ് പറയുന്നത്. മറ്റ് ബ്ലോവറുകൾ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലോവറിൽ നിങ്ങൾക്ക് അതിൻ്റെ എയറും അതിൻ്റെ ഹീറ്റ് ഡെസിപ്പേഷനൊക്കെ മാറ്റണ്ടാവും. ഓക്കെ, എന്നാലും ഓൾമോസ്റ്റ് ഒരു ഏകദേശം മാച്ചിങ് ആയിരിക്കും. ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാര്യം ക്ലിയർ ആയോ? ഓരോ ബോർഡും സെപ്പറേറ്റ് ചെയ്യേണ്ട ഹീറ്റ് കാര്യങ്ങൾ മനസ്സിലായോ? അതായത് iPhone X ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് 180 സെറ്റ് ചെയ്യുക. 180 റീച്ച് ചെയ്യുമ്പോൾ തന്നെ ബോർഡ് പൊന്തും. അധികം കോംപ്ലിക്കേഷൻ ഒന്നും വരില്ല. 12 മുതലുള്ള മോഡലാണെങ്കിൽ 190 സെറ്റ് ചെയ്യുക പ്രീ ഹീറ്റർ, പ്ലസ് മുകളിൽ നിന്ന് ബ്ലോവർ കൊണ്ട് ഹീറ്റും കൊടുക്കുക. CPU-ൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്യുക. കണ്ടിന്യൂസ് ഫ്ലോ കൊടുക്കുക, റൊട്ടേറ്റഡ് ഫ്ലോ കൊടുക്കുക. കണ്ടിന്യൂസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വേറെ ഒരു പരിപാടിക്കും ആ സമയത്ത് തിരിയരുത്. ആ ഒരു വർക്ക് കഴിയുന്നവരെ അല്ലെ സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബോർഡ് എടുത്തിട്ട് പ്രീ ഹീറ്ററിൽ നിന്ന് മാറ്റി വെക്കുക ബോർഡ്. ശേഷം രണ്ട് ബോർഡും ലെയറിൻ്റെ ഭാഗം വിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. വിക്ക് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കുറച്ച് ഫ്ലക്സ് ഇട്ടിട്ട് വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞ ലെയർ സ്റ്റെൻസിലില്ലേ, സ്റ്റെൻസിൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ മിജിങ്ങിൻ്റെ Z20 Pro എന്ന് പറഞ്ഞ സ്റ്റെൻസിൽ വാങ്ങിക്കുക, അതല്ലെങ്കിൽ എമോൻ്റെ സ്റ്റെൻസിൽ വാങ്ങിക്കുക. ഈ രണ്ട് സ്റ്റെൻസിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 99% ആണ്. 99% റിസൾട്ടുള്ള സാധനമാണ്. എന്നെ സംബന്ധിച്ച് 100% റിസൾട്ടാണ്. 99 എന്ന് പറയാൻ കാരണം ഒരു തുടക്കക്കാരൻ ചെയ്താൽ പോലും അത് ഓൾമോസ്റ്റ് 99% സക്സസ് ആയിരിക്കും. അത്രയും ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയും പിന്നുള്ള ഒരു സാധനം റീബോൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് അല്ല എന്നൊക്കെ വിചാരിക്കും. ആക്ച്വലി നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് സമ്മതി ഇപ്പോൾ പറഞ്ഞില്ലേ 180 പ്രീ ഹീറ്റർ സെറ്റ് ചെയ്തു. അവിടെ നിങ്ങളെ എയർ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതലാണ്. പിന്നെ മെഷീൻ വേറെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സുഖമാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ക്യുക്കിൻ്റെ അത്ര എയർ ഫ്ലോൻ്റെ പ്രഷർ അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീബോൾ ചെയ്യാം. റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിരിക്കും. സാധാരണ നമ്മൾ റീബോൾ ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു സ്റ്റെൻസിൽ, ഈ രണ്ട് സ്റ്റെൻസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീബോൾ ചെയ്തിട്ട് അത് പേസ്റ്റ് തേച്ചതിന് ശേഷം സ്റ്റെൻസിൽ നേരെ മേളിലോട്ട് എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഹീറ്റ് അടിക്കുക, അല്ലെങ്കിൽ പ്രീ ഹീറ്ററിൽ തന്നെ വെച്ചിട്ട് ഹീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുക, ബോളാക്കി എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് അയച്ചിരുന്നുണ്ട്. ഇന്ന് ലൈവ് കാണിക്കണം വിചാരിച്ചിരുന്നു, പക്ഷേ ഇവിടെ ആൾ കുറവാണ്, സപ്പോർട്ട് ചെയ്യാനാവില്ല. അപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്ത് അയച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്രീ ഹീറ്റ് റീബോളിംഗ് ഒക്കെ ഒരുപാട് വീഡിയോസ് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഉണ്ടാവും. യൂട്യൂബിൽ നോക്കിയാലും മതിയാവും. ഇതിലൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് തുടങ്ങുകയാണ് വേണ്ടി. നിങ്ങൾ നമുക്ക് പറ്റൂല, ബ്ലോവർ ഇല്ല, അല്ലെ പ്രീ ഹീറ്റർ ഇല്ല, സ്റ്റെൻസിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ടൈം നിങ്ങൾ കളയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതിലിപ്പം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ കുറച്ചെങ്കിലും നിങ്ങളെ ഫീൽഡിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ലീവും പരിപാടിയൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങി അല്ലെങ്കിൽ ട്രിപ്പ് പോയൊക്കെ ചെയ്യേണ്ട ഒരു സമയത്ത് നിങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നില്ല. ഞാൻ മിക്ക സമയത്തും എൻ്റെ ക്ലാസ്സുകൾ വരെ ഇങ്ങനത്തെ ടൈമിനായിരിക്കും. കാരണം നമുക്ക് എന്ത് വേണ്ട, എല്ലാ പരിപാടിയും കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയൊരു പരിപാടി, അല്ല ജോയിൻ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയായിട്ട് നമ്മളെ പരിപാടിനെ കാണുന്ന ആളുകൾ നമുക്ക് വലിയ ആവശ്യമില്ല. അങ്ങനത്തെ ആളുകൾ ഡെവലപ്പ് ആക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പിന്നെ വരാൻ പറ്റാത്ത ആളുകൾ പ്രോപ്പറായിട്ട് റീസൺ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റെക്കോർഡിങ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. റെക്കോർഡിങ്ങിൻ്റെ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല, ചില ടൈമിന് റെക്കോർഡ് ആവാതൊക്കെ വരാം. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്കുള്ള സംശയങ്ങൾ നേരിട്ട് ചോദിക്കുക.
എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, ഇതിൽ ഇനി ഡൗട്ട് ഉണ്ടോ? അതേപോലെ നിങ്ങൾ തിരിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഈ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് റീബോൾ ചെയ്യാം. റീബോൾ ചെയ്തതിന് ശേഷം ചിലപ്പം ഈ ലെയറിൻ്റെ സൈഡിലൊക്കെ തരി പോലെ ചെറിയ തരികൾ പോലെ കാണും. അങ്ങനെ വരാൻ കാരണം നിങ്ങളെ PPDൻ്റെ ക്വാളിറ്റിൻ്റെ പ്രശ്നമാണ്. PPD മാറ്റാനായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടനെ കൊണ്ടോ അല്ലെങ്കിൽ ബഡ്സിനെ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് തിന്നർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാറില്ല. അങ്ങനെ ലോവർ ബോർഡ് അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. കാരണം ബ്രഷിൽ നമ്മൾ തിന്നറാക്കുമ്പോൾ ഒരുപാട് തിന്നർ എന്താവും ലോവർ ബോർഡിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പം ലോവർ ബോർഡിൽ നിങ്ങളൊരു ഗ്യാസ്കറ്റ് കണ്ടില്ലേ, ഐസിൻ്റെ മേലൊക്കെ ഗ്രീസ് പോലെയുള്ള, അത് ലൂസായിട്ട് ഐസികളുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്കേജ് ഒക്കെ ഫോം ആവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഫ്രഷ് കണ്ടീഷനിൽ തന്നെ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാനാണ് നോക്കൽ. അപ്പം എന്താ ചെയ്യുക, നമ്മൾ അധികം തിന്നറൊന്നും യൂസ് ചെയ്യാതെ ചെയ്യും. ഓക്കെ, ദെൻ കുറച്ച് ഫ്ലക്സ് എല്ലാ ഏരിയയിലും ഇടുക. അതേപോലെ അപ്പർ ബോർഡ് അതിൻ്റെ മുകളിൽ വെക്കുക. അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഗ്യാപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ രണ്ട് സൈഡിലും വെയിറ്റ് വെച്ച് കൊടുക്കുക. വെയിറ്റ് കോയിൻ ആണെങ്കിൽ ഒരു 3 കോയിനോ 4 കോയിനോ ഒക്കെ വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ, കുഴപ്പമില്ല. ചില ആളുകൾ സ്ക്രൂ ഡ്രൈവറൊക്കെ വെക്കുന്നതാണ്. സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ എന്തെങ്കിലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക, കുഴപ്പമില്ല. ഓക്കെ, അത് വെച്ച് കൊടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം, വെയിറ്റ് കൊടുക്കാതെ തന്നെ മെഷീൻ ഓൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ നോക്കാം. പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ മെഷീൻ ഓഫ് ചെയ്യുക, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് കയറ്റുക, എന്നിട്ട് വീണ്ടും മെഷീൻ ഓൺ ചെയ്യുക. കാരണം നിങ്ങൾ മെഷീൻ ഓഫ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഹീറ്റൊന്നും പോയിട്ടുണ്ടാവില്ല. പ്രീ ഹീറ്റൊന്നും പോവില്ല, ലെയറൊന്നും പോവില്ല. കാരണം ലെയർ അതിൽ ഫിസിക്കലി ടച്ച് ആയിക്കൊണ്ട് കിടക്കുകയാണ്. പിന്നെ 138 PPDൻ്റെ പ്രത്യേകത, അത് പെട്ടെന്ന് ഡ്രൈ ആവില്ല, പെട്ടെന്ന് അത് സ്ട്രോങ് ആവില്ല, അതിന് ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു 100 ഡിഗ്രിയിലേക്ക് എത്തിയാൽ പോലും ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. ഈ പ്രീ ഹീറ്റർ വളരെ സ്ലോലിയാണ് എന്താവുക, കൂൾ ഡൗൺ ആവുക. നിങ്ങൾ ശ്രദ്ധിച്ചണമെന്നറിയില്ല, നിങ്ങൾ വർക്ക് കഴിഞ്ഞ് മാറ്റി വെച്ചാലും ഒക്കെ നല്ല ചൂടുണ്ടാവും സാധനത്തിന്. പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ് പ്രീ ഹീറ്ററിൻ്റെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ കുറച്ച് ഡിലേ കൊടുക്കണം, വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ. പെട്ടെന്ന് പോയിട്ട് എന്താ ചെയ്ത് കഴിഞ്ഞാൽ ലെയർ ഷോർട്ട് ആവും, ബോൾസ് തമ്മിൽ ഷോർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മെഷീൻ ഓഫ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫാനൊക്കെ കൊടുക്കുക, എന്നിട്ട് പെട്ടെന്ന് കൂളാക്കാൻ നോക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും കുറച്ചും കൂടെ ഫ്ലക്സ് ഇഞ്ചെക്ട് ചെയ്യുക സൈഡിലൂടെ, എന്നിട്ട് മുകളിൽ വെയിറ്റ് കൊടുക്കുക, എന്നിട്ട് മെഷീൻ ഓൺ ചെയ്യുക വീണ്ടും. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 1 hour ആണ് ഇതിന് ടൈം കണ്ട്. ഇല്ല, കുഴപ്പമില്ല, 138 യൂസ് ചെയ്യുക, കുഴപ്പമില്ല. വെക്കുന്ന സമയത്ത് 138 എല്ലാത്തിനും യൂസ് ചെയ്യുക, കുഴപ്പമില്ല. നമ്മൾ ആദ്യം 138 തന്നെയാണ് കൊടുക്കുക. 138 ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുക. 138 ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ആവാത്ത കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കയ്യിൽ ഒരു PPDയും കൂടി നിങ്ങൾക്ക് കരുതാം. 138 കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള PPD 143 ഉണ്ട്, 150 ഉണ്ട്, 155 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 138 പ്രോപ്പറായിട്ട് ഫിക്സ് ആവുന്നില്ലെങ്കിൽ 143 ട്രൈ ചെയ്ത് നോക്കാം, 150 ട്രൈ ചെയ്ത് നോക്കാം, 145 ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പല കമ്പനിയും പല മെൽറ്റിംഗ് പോയിന്റിൽ സാധനം ഇറക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് ഒരു 155 വരെയൊക്കെ പോവാം. ഓക്കെ സാറേ, ഈ PPD YCSന്റെ നല്ലതാണോ? ആ, YCS ഓക്കെ, YCS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏത് PPD ആണെങ്കിലും അധികം തുറന്നിടുക അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വാരിയെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജ് വരുന്നുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചർ കുറവായിരിക്കണം, ബിലോ 25 ഡിഗ്രി ആയിരിക്കണം റൂം ടെമ്പറേച്ചർ, അല്ലെങ്കിലും പെട്ടെന്ന് ഡാമേജ് വരുന്നുണ്ട്. ഓക്കെ, ഹലോ സാർ, ഇപ്പോൾ വരുന്ന ഒരുവിധം PPD ഒക്കെ നല്ല PPD ആട്ടോ. 138 ഒരു വിധമൊക്കെ നല്ല തന്നെയാണ്. ഇത് നമ്മൾ യുഎയിലല്ലോ ഹൈ ടെമ്പറേച്ചർ ചൂടെല്ലാം കൂടുതലല്ല. അപ്പൊ ഈ 138 റിപ്പയർ ചെയ്ത് കൊടുത്താൽ അത് വർക്ക് ആവും പ്രോപ്പറായിട്ട്? പുറത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ദുബൈയിലെല്ലാം ആണെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൂടുതലല്ലേ, ചൂട് ടൈമിലല്ല ഭയങ്കര കൂടുതലല്ലോ.
ഈ 138 എടുത്തിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്താൽ അത് റിപ്പീറ്റ് കമ്പനിയിൽ വരില്ലേ? യെസ് അതുകൊണ്ടാണ് കൂട്ടുന്നത് ചില ആളുകൾ. കൂടുതൽ അപ്പോ 150 ഒക്കെ യൂസ് ഫോണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണ് ആൾക്കാർ 150 ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോൺ ശരിയാവാതെ വരുമോ ഈ 138 ഇട്ടിട്ട് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചറാണ്. അപ്പൊ ഈ 138 ഇട്ട് റിപ്പയർ ചെയ്താൽ നമുക്ക് ഫോൺ ശരിയാവാതെ വരുമോ? ഇപ്പൊ നിങ്ങൾ ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സ് റീ എൻട്രി എന്ന് പറയില്ല നമ്മള്, നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് തിരിച്ച് വരുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ലെയർ ചെയ്തിട്ട് റെഡി ആവുന്നുണ്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. എന്തുകൊണ്ട് റിട്ടേൺ അല്ല, വന്നു ചിന്തിക്കണം. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ റീബോൾ ചെയ്യുമ്പോൾ തന്നെ ശരിയാവാതെ വരുമോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ? ഇല്ല, റീബോൾ ചെയ്യുമ്പോൾ റെഡി ആവും. പൊതുവെ റെഡി ആവും. റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ റെഡി ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ 143ലേക്കും 150ലേക്കും പോകണം. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ലേൺ പ്രോ മാക്സ് ചെയ്തു. അപ്പൊ അതില് ബേസ് ബാൻഡ് സെക്ഷൻ വർക്ക് ആണല്ലോ, വൈഫൈ വർക്ക് ആണല്ലോ, ഏത് സെക്ഷൻ വർക്ക് ആണല്ലോ ലോവർ ബോർഡിൽ. അപ്പൊ ഏതും കൊണ്ട് വർക്ക് ആവണ്ടേ? ready ആയത്? 130 ഇല്ല, റെഡി ആയിട്ടില്ല. അത് അങ്ങനെ ഉണ്ട്. ആദ്യം ഗ്രാഫിക്സ് കംപ്ലൈന്റ് അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഐ സോക്കറ്റ് ഉണ്ടോ? ഐ സോക്കറ്റ് ഇല്ല, അതാണ് പ്രശ്നം. ഐ സോക്കറ്റ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഉറപ്പ് വരുത്താൻ പറ്റും. ഐ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് ലെയർ ചെയ്യാതെ തന്നെ രണ്ട് ബോർഡിനെയും തമ്മിൽ ഒരു മെഷീനിൽ വെച്ചിട്ട് ഒരു ക്ലിപ്പിങ്ങിൽ വെച്ചിട്ട് ഓണാക്കി നോക്കാം. അപ്പോൾ ലെയറിന്റെ കണക്ഷൻസ് ഒക്കെ അതിൽ ടച്ച് ആവും. ഐ സോക്കറ്റ് ഓരോ മോഡലിൻ്റെതും ഉണ്ട്. അത് നിങ്ങൾക്ക് അത്രയും വർക്ക് വരുന്ന ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത്. അത് റേറ്റ് കുറവിന്റെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ? എങ്ങനെ? അത് റേറ്റ് കുറവിന്റെ ഐ സോക്കറ്റ് എല്ലാ മോഡലും? ഐ സോക്കറ്റ് മിജിങ് ആണല്ലേ? മിജിങ് പ്രൈസിന്റെ കാര്യത്തിൽ കേട്ടോ. മിജിങ്ങിന് റേറ്റ് കുറവാണ്. അതേപോലെ മെഗാ ഐഡിയ റേറ്റ് കുറവാണ്. പിന്നെ അതിന്റെ മുകളിലോട്ടുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ XZZ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. XZZ സിൻജിസാവോ എന്ന് പറയും. സിൻജിസാവോ. ഇവരെ ഐ സോക്കറ്റിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട്. ഒരു 1000 രൂപ കൂടും. ഇതും കുഴപ്പമില്ല. പിന്നെ ചില്ലിയാണ് ഇപ്പോ X260 Pro Max എടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഏകദേശം? എങ്ങനെ? അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വർക്ക് വരുന്നതിനനുസരിച്ച് എടുത്താൽ മതിയല്ലേ? അതെ നിങ്ങൾക്ക് വരുന്ന മോഡൽസ് ഏതാണോ അതിൻ്റെ എടുക്കുക. ഇപ്പൊ 12 സീരീസിന്റെ എടുത്താൽ 12 മിനി, 12 പ്രോ, 12 പ്രോ മാക്സ് എല്ലാം പോകും. 13ന്റെ എടുത്താൽ 13 സീരീസ് മൊത്തം പോകും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ. പ്രോപ്പറായിട്ട് നോർമലി സാൻഡ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐ സോക്കറ്റ് വാങ്ങാനുള്ള പരിപാടിയും കൂടി ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട. കാരണം ഒരുപാട് ഇഷ്യൂസ് ലെയറിനെ കൊണ്ട് വരുന്നുണ്ട്. ഒരുപാട് കംപ്ലൈൻറ്റ്സ് ലെയറിനെ കൊണ്ട് മാത്രം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഐ സോക്കറ്റിലേക്ക് വെച്ച് ഓണാക്കി നോക്കിയിട്ട് ആ പ്രശ്നം സോൾവ് ആവുണ്ടോ നോക്കാം. സോൾവ് ആവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലെയർ റീബോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇത് ലെയറിന്റെ പ്രശ്നം ആയിരിക്കുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പം ഞാൻ പൂട്ടിയിട്ട് പിന്നെ കംപ്ലൈന്റ് പിന്നെ അയക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ CPU കൂടി ആയിട്ട് ചെയ്താളാൻ വിചാരിക്കും. അല്ലേ? അതാണ് ആൾക്കാരുടെ അവസ്ഥ. അപ്പൊ അവിടെ നമുക്ക് പ്രോപ്പർ ടൂൾസ് ഇല്ലെങ്കിൽ നമ്മൾ കാട് കയറി പോകും. അതാണ് സത്യം. ഓക്കെ. ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കാം. ടൈം ഓവറായി. ടൈം കുറേ മുന്നോട്ട് പോയി. ഞായറാഴ്ച ഒരു കല്യാണത്തിനൊക്കെ പോകാനൊക്കെ ഉണ്ടാവും. കല്യാണോ സിനിമക്കൊക്കെ പോകണ്ടാവില്ലേ? യെസ്. വേറെന്താ ഡൗട്ട് ഉണ്ടോ? വേറെ ഡൗട്ട് എന്തുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ ഒരു ഡൗട്ട് ഉണ്ട്. സാംപ്ലസിന്റെ നാന്റെ പ്രശ്നം കൊണ്ട് വരുമ്പോ നാൻഡ് ചെയ്യുമ്പോ CP ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചെയ്താല് ഈ സ്ഥിരമായിട്ട് CPU ചെയ്യും. CPU അല്ലെ പവറോ ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. ശരി, സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. 7+ അല്ലേ? ഇതല്ലേ നിങ്ങളെ ബോർഡ്? അങ്ങനല്ലേ ബോർഡ് വരുന്നത്? ഇവിടെ ODIC. ഓക്കെ. ODICന്റെ അപ്പുറത്ത് എന്താ വരുന്നത്? ഇവിടെ അല്ലേ നാൻഡ് വരുന്നത്? ഹലോ, പോയോ?
ഇല്ല ഇല്ല അത് പോയോ? ആ ഇല്ല ഇല്ല. ഇവിടെയല്ലേ നാൻഡ് വരുന്നത്. ആ നാൻഡ് ചെയ്താലാണോ പ്രശ്നം? ആ ഞാൻ ചെയ്യുമ്പോ ആ CPU എവിടെ വരുന്നത് ഇതിന്റെ? പവർ ഐസിന് തൊട്ട് അപ്പുറത്തേക്ക് ബേക്ക് ഭാഗത്ത് വരും. ഇവിടാണ് പവർ ഐസി. ഉം. CPU വരുന്ന ഏകദേശം ഇവിടെ അല്ലേ, ബാക്ക് സൈഡ് ഏകദേശം ആ അല്ലേ? ഇനി ഇതിന്റെ തന്നെ സൈഡ് വ്യൂ കാണിച്ചു തരാം. ഇതല്ലേ ബോർഡ്, ആ ഇവിടാണ് CPU ഉള്ളത്, ഇവിടാണ് നാൻഡ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ അതിലേക്ക് ഹീറ്റ് അടിക്കല്? 350 50 ഇങ്ങനെ ലൈറ്റ് അടിക്കല് ആ അല്ല ഇങ്ങനെ? കറക്റ്റ് സ്ട്രൈറ്റ് ആയിക്കന്നെ. അതിങ്ങനെ ആക്കിയാൽ പരിപാടി സോൾവ് ആയി. ശരി ശരിയല്ലേ. മനസ്സിലായോ? അതായത് നിങ്ങൾ ഹീറ്റ് അടിക്കുമ്പം ഹീറ്റ് നേരെ ബോർഡിൽ വന്ന് തട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ആവും. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള സ്പ്രെഡ് CPU സൈഡിനൊക്കെ എഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ സ്പ്രെഡ് ആവുന്നത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സേഫ് ആക്കാൻ പറ്റും ബോർഡിനെ. മനസ്സിലായി? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്ലോ നാൻഡിലേക്ക് ഹീറ്റ് അടിക്കുമ്പോൾ ബ്ലോവർ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കൊടുക്കുക ഹീറ്റ്. അപ്പൊ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹീറ്റ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം ഹീറ്റിന്റെ പ്രഷർ ഉള്ളത് ഈ ഭാഗത്തേക്കാണ്. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് ലിഫ്റ്റ് ചെയ്യാം, ഈ ഭാഗത്തുനിന്ന് ലിഫ്റ്റും ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെ മെഷീനും നിങ്ങൾ എത്രയാണ് ഹീറ്റ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ലേറ്റ് ആയി, 1.5 മണിക്കൂർ. ഇനി ഇത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഷുവറാണ്. കഴിഞ്ഞ ക്ലാസ് ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്യല്ല, അത് നല്ല സൈസ് ഉണ്ടാവും. അപ്പൊ സാറ് നിങ്ങൾക്ക് പോയി കുത്തിരുന്നോ? ഐഫോൺ സർവീസിന് വേണ്ട ടൂൾസിന്റെ വീഡിയോ, ടൂൾസിന്റെ ഒരു മുമ്പത്തെ നമ്മളൊരു ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിന്റെ എനിക്ക് തോന്നുന്നു 4 ക്ലാസ് ഒക്കെ ഉണ്ട് ടൂൾസിന്റെ മാത്രം പറഞ്ഞിട്ടുള്ള. 190 പ്രീഹീറ്റ് ടെമ്പറേച്ചർ യൂസ് ചെയ്യേണ്ട കൂടെ ഒന്ന് പറയോ? എന്താ ഉദ്ദേശിച്ചത്? സാർ രണ്ട് ടെമ്പറേച്ചറിൽ വരുന്നില്ലേ, ഒന്ന് 190, പിന്നെ നമ്മളെ പ്രീ 190 യൂസ് ചെയ്യുമ്പം നിങ്ങൾ പ്രീഹീറ്റർ ബ്ലോവർ 340 അതെ. ആ മോഡൽസ്, ഐഫോൺ മോഡൽസ് ഒന്ന് പറയാം. ഒന്ന് 12 സീരീസ് മുതൽ മുകളിലോട്ട്. സീരീസ് മുതൽ മുകളിലോട്ടല്ല. അതിൽ 14 പ്രോക്ക് മാത്രം, 14 പ്രോ മാക്സിന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 350 സെറ്റ് ചെയ്യാം. 350 45 സെറ്റ് കൂടുതൽ ടെമ്പറേച്ചർ വരുന്നുണ്ട് അതിൽ, കുറച്ച് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ ഫ്ലോ ചെയ്യിക്കുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം. CPU ഏരിയയിലൊന്നും തീരെ സ്റ്റോപ്പ് ചെയ്യരുത്. വൈഡായിട്ട് കൊടുക്കുക ഹീറ്റ്. ഹീറ്റ് എത്ര? 370 360? അതില് ഹീറ്റ് എത്ര ചെയ്യേണ്ടത്? 360? ഏതില്? 14 Pro Max 350 അല്ല, പ്രീഹീറ്റർ 190 ആണല്ലോ. 190 ആണല്ലോ പ്രീഹീറ്റർ. പ്രീഹീറ്റർ 190. യെസ്. ഓക്കെ. എയർ സെയിം 40 അല്ല? എങ്ങനെ? എയർ 40 അല്ല? എയർ 45 വരെ പോവാം മാക്സിമം, വിത്തൗട്ട് നോസിലാണ്. ഓക്കെ സാർ, താങ്ക്സ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ മോഡലുകളിൽ ഇപ്പോൾ 14 15 താഴെയാണ് CPU ഉള്ളത്, ലോവർ ബോർഡിലാണ് CPU ഉള്ളത്. അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യാം, നിങ്ങൾ താഴെ ഇപ്പോൾ പ്രീ ഹീറ്ററിൽ 190 സെറ്റ് ചെയ്താൽ പോലും ആ 190 ഡയറക്റ്റ് ആയിട്ട് CPU കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പ്ലസ് നിങ്ങളെ ബ്ലോവറിന്റെ ഹീറ്റ്, മുകളിൽ നിന്ന് ബ്ലോവറിന്റെ ഹീറ്റും കൂടെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ 220 പോവാനും CPU എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇവിടെ സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ പ്രീ ഹീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 ഡിഗ്രിയിൽ ഇടാം. ജസ്റ്റ് ഒരു ഹീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം പ്രീ ഹീറ്റർ യൂസ് ചെയ്യുക. ബാക്കി ബ്ലോവർ കൊണ്ട്
ലിഫ്റ്റ് ചെയ്യുക. 340 തന്നെ ലിഫ്റ്റ് ചെയ്യുക. ടൈം കൂടുട്ടോ. ഒരു ടൈം ചിലപ്പം ഒരു 3.5 മിനിറ്റ്സ് വരും. ഇത് ക്ഷമ വേണം. നിങ്ങൾ പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യുക. മൈൻഡ് ഔട്ട് ആവരുത്. എന്തെങ്കിലും ആലോചിച്ച് എവിടെയെങ്കിലും നിന്ന് പോകരുത്, സ്റ്റക്കായി പോകരുത്. ഇത് ഫ്ലോ കൊടുത്തോണ്ടിരിക്കുക, കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇടയ്ക്ക് പിടിച്ച് മുടന്താനൊന്നും നോക്കണ്ട. കറക്റ്റ് ഉള്ളോട്ട് ചെറിയ രീതിയിൽ ഇൻസേർട്ട് കിട്ടിയാൽ മാത്രം ട്വിസ്റ്റ് ചെയ്യുക, പൊന്തിച്ചെടുക്കുക. ഓക്കെ. നിങ്ങൾ ഈ കേസിൽ പ്രീ ഹീറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ 350/40 യൂസ് ചെയ്യുക. ഏകദേശം 3.5-4 മിനിറ്റ് കൊണ്ട് പൊന്തും, അല്ല 4 മിനിറ്റിൽ ലിഫ്റ്റ് ആവും. അതേപോലെ 14ൻ്റെ ഒക്കെ ബോർഡിൽ, ഇതാണ് ഇപ്പോൾ 14ൻ്റെ ബോർഡ് എന്നുണ്ടെങ്കിൽ ഇവിടെ BBCPU വരുന്നുണ്ട് അപ്പർ ബോർഡിലാണ് നെറ്റ്വർക്കിൻ്റെ സെക്ഷൻ വരുന്നത്. അതിൻ്റെ ഒരു ഇത്ര ഏരിയ ഇവിടെ ഫ്രീ ആണ്. ഈ ഭാഗത്താണ് നിങ്ങൾക്ക് ബ്ലേഡ് ആക്സസ് ചെയ്യാൻ എളുപ്പം. മനസ്സിലായില്ലേ? കമ്പോണൻ്റ് ഒന്നും തെറിച്ച് പോകില്ല. ഈ ഭാഗത്ത് ചെറിയൊരു ഫ്രീ സോൺ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, ലിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണ്ടേ, ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യാനാണ് എളുപ്പം. സ്കീമാറ്റിക്സ് നോക്കിയാൽ മതി. നിങ്ങൾ പൊക്കുന്നതിൻ്റെ മുമ്പൊന്ന് സ്കീമാറ്റിക്സ് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷനിൽ കാണാം. വേറെ ഒന്ന് ചോദിക്കാണ്ട് പെട്ടെന്ന് ചോദിക്കാം. 12 മണിയായി, 1.25 മണിക്കൂറായി. പ്രസാദേ, ഏതാണ്? ഹൃദയപൂർവ അല്ലെങ്കിൽ മറ്റേതോ? ചന്ദ്ര, എന്താ പേര്? ലോക. യെസ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ്. Thanks, sir.